ഹായ് മക്കളെ, വെൽക്കം. നമ്മൾ ഓണപരീക്ഷ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ജെഇ ലെവലിലൊക്കെ എന്താക്കിയതാണ്, പഠിച്ചതാണ്. നമ്മൾ ജെഇ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, കീം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ IIT ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ബോർഡ് എക്സാം അല്ലെങ്കിൽ ഓണപരീക്ഷ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലെവലിൽ തന്നെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയും വേണം. റെഡിയല്ലേ? പണ്ടേതോ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ പേരിനെ ഇങ്ങനെ ഇറുക്കിയിട്ടാക്കുമല്ലെന്ന്, ശരിയല്ലേ? പിന്നെ ഉറുമ്പിനെ എങ്ങനെയോ കൊല്ലും അല്ലേ, വേറെ എന്തിനും എങ്ങനെയൊക്കെ കൊല്ലും പറയുന്ന സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം പഠിച്ചെങ്കിലും ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ആ ലെവലിലേക്ക് ഒരു ചെറിയ ലെവൽ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭവുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഞാൻ ബേസ് മുതൽ അങ്ങോട്ടേക്ക് കയറി പോകാം അല്ല. അഥവാ ഇതൊന്നും അറിയാത്ത അല്ലെ നോൺ സൈലന്റ് മീൻസ് കുട്ടികൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ, അവർക്ക് വേണ്ടിയിട്ടാണ്. റെഡിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ ജസ്റ്റ് എന്താക്കണം, അറിയണം അല്ലെ. അപ്പോൾ സൈൻ ഫംഗ്ഷന്റെ ഡൊമൈൻ 6 ആണ് അല്ലെ. അതിന്റെ കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ -1,1 ആണ് അല്ലെ. റേഞ്ച് -1,1 ആണ്. റെഡിയല്ലേ? അപ്പോൾ അതേപോലെയാണ് കോസ് ഫംഗ്ഷന്റെ അല്ലെ ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ ഓൾറെഡി എന്താക്കിയതാണ്, നമ്മൾ പിന്നെ +1 ട്രിഗണോമെട്രിയിൽ പഠിച്ച സംഭവമാണ്. റെഡിയല്ലേ? ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് അല്ലേ, അഥവാ ഇൻവേഴ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ശരിയല്ലേ? അപ്പോൾ അടുത്തത് നമ്മൾ ഈ പറഞ്ഞ ഡൊമൈനിൽ അല്ലെ, ഈ പറഞ്ഞ നാച്ചുറൽ ഡൊമൈനിൽ, ഓക്കെ, ഈ പറഞ്ഞ നാച്ചുറൽ ഡൊമൈന് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം എന്താക്കണം, ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അഥവാ അത് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻവേർട്ടിബിൾ ആക്കാം എന്നും കൂടി നമ്മൾ പഠിക്കും. റെഡിയല്ലേ? അപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് പറയണം അല്ലേ. എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ? എന്താണ്? 1,1 അല്ലേ. അതേപോലെ എന്താണ് മക്കളെ, അവൻ എന്തായിരിക്കണം, ഓൺ 2 ആയിരിക്കണം അല്ലേ. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, 1,1 ആയിരിക്കണം. അതേപോലെ എന്തായിരിക്കണം, ഓൺ 2 ആയിരിക്കണം. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഡൊമൈനും റേഞ്ചും എന്താണ്, ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാ സ്ഥലത്തും എന്താക്കിയിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ 2ന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബേജാറാവേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് 1,1 ആണോ എന്ന് നമ്മൾ ആദ്യം എന്താക്കണം, ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ 1,1 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, അറിയണം. റെഡിയല്ലേ? അതായത് ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ, നമുക്ക് പലതരത്തിൽ ചെക്ക് ചെയ്യാം അല്ലെ. അതിൽപ്പെട്ട ഒരു ചെക്കിംഗ് ആണ് എന്ത്, ഗ്രാഫിക്കൽ ചെക്കിംഗ്. എടാ മനസ്സിലായില്ലേ? ഞാൻ 2 ഫംഗ്ഷന്റെ ഗ്രാഫ്സ് എന്താക്കാം, ഇവിടെ വരയ്ക്കാം. റെഡിയല്ലേ? 2 ഫംഗ്ഷന്റെ ഗ്രാഫ്സ് ഇവിടെ വരയ്ക്കാം. റെഡിയല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻസ് 1,1 ആണോ എന്ന് എനിക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അല്ലേ. അഥവാ നമ്മൾ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യുക, വരയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒരു സ്ഥലത്ത് മാത്രമാണ്, ഗ്രാഫിൽ ഒരു ഹൊറിസോണ്ടൽ ലൈന് ഗ്രാഫിലെ ഒരു പോയിന്റിൽ മാത്രമാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് മക്കളെ, ആ ഫംഗ്ഷൻ എന്താണ്, യെസ് ഇറ്റ് ഈസ് എന്താ, 1,1 ആണ്. മനസ്സിലായോ? അതെന്താണ്, 1,1 ആണ് അല്ലേ. പക്ഷേ ആ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് മക്കളെ, ആ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞാട്ടെ, അത് -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് 1,1 ആണോ അല്ല -1 ആണോ എന്ന് നമുക്ക് ആദ്യം എന്താക്കണം, ചെക്ക് ചെയ്യണം അല്ലേ. അതിന് ഞാൻ ഏറ്റവും ബേസിക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിട്ടുള്ള സൈൻ എക്സിനെയാണ് എന്താക്കിയിരിക്കുന്നത്, എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഞാൻ ഇവിടെ എന്താക്കിയിട്ടുണ്ട് മക്കളെ, കാണിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി ഞാൻ ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ 1,1 ആണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. എടാ മക്കളെ, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇത് ഒരു സ്ഥലത്തല്ല, മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഇവൻ എന്താവുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്തല്ല, 1,1 അല്ല, ബട്ട് എന്താണ് പറഞ്ഞാട്ടെ, -1 ആണ്. എടാ മനസ്സിലായില്ലേ? അഥവാ സൈൻ എക്സ് ഈസ് വാട്ട്, -1 ഇൻ ദയർ നാച്ചുറൽ ഡൊമൈൻ അല്ലേ. അതേപോലെ തന്നെ ഓൾ അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ ആൾസോ -1 ഇൻ ദയർ നാച്ചുറൽ ഡൊമൈൻ. ഓക്കെ, സോ അതെന്തല്ല, 1,1 അല്ല അല്ലേ. അപ്പോൾ അതെന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. അപ്പോൾ ഇൻവേഴ്സ് എന്താവുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ഇൻവേഴ്സ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകണം അല്ലേ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഡൊമൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ആരെയാണ്, ഡൊമൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത് മക്കളെ ആര്, R-നാണ് അല്ലേ. R എന്ന് പറയുമ്പോൾ എന്താ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, ഇവിടെ ഡൊമൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. റെഡി അല്ലേ? അതെ. അപ്പോൾ ഈ പറഞ്ഞ ഡൊമൈൻ R ആകുന്ന സമയത്താണ് അവൻ എന്താവാത്തത്, പിന്നെ 1,1 ആവാത്തത് അല്ലേ. അപ്പോൾ ഇത് ഡൊമൈന് ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഡൊമൈൻ ചെക്ക് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. റെഡിയല്ലേ? അതായത് എക്സ് ആക്സിൽ എവിടെ മുതൽ എത്ര വരെ ഗ്രാഫ് ഉണ്ട് നോക്കിയാൽ മതി, അതാണ് എന്ത്, ഡൊമൈൻ അല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ Y ആക്സിൽ എവിടെ മുതൽ എത്ര വരെ. റെഡിയല്ലേ?
സി എടാ മക്കളെ ഇവിടെ എക്സ് ആക്സിൽ -∞ മുതൽ എന്താണ് +∞ വരെ എന്തുണ്ട് ഗ്രാഫ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പൺ ഇൻട്രവൽ -∞ ടു +∞ അല്ലേ. അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക R എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ y ആക്സിൽ എവിടെ മുതൽ എത്ര വരെയുണ്ട് ഓക്കെ, അഥവാ -1 മുതൽ എത്ര വരെയുണ്ട് മക്കളെ +1 വരെയുണ്ട്. എടാ റെഡി അല്ലേ, -1 മുതൽ +1 വരെ, അതാണ് എൻ്റെ റേഞ്ച്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞോളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ ഡൊമൈൻ എന്താണ് R ആണ് ഓക്കെ അല്ലേ. അപ്പോൾ ഇവൻ 1 1 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. റെഡി അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ എന്ത് ചെയ്യാണ് മക്കളെ, ചേഞ്ച് ചെയ്യുകയാണ്. എടാ ക്ലിയർ ആയോ, അതായത് ആറിൽ നിന്നും ഞാൻ മാറ്റി അല്ലേ, ഡൊമൈൻ മാറ്റി. എങ്ങനെയാണ് -π/2 ടു എന്താണ് π/2 എന്നതിലേക്ക് മാത്രം ഞാൻ എന്താക്കി മാറ്റി. എടാ കണ്ടോ, അഥവാ ഇവിടെ -π വരുന്ന കട്ട് ചെയ്തു അല്ലെ, ഇവിടെ +π വരുന്ന കട്ട് ചെയ്തു ഓക്കെ അല്ലേ. ഇതിനെ മാത്രം ഞാൻ എന്താക്കി മക്കളെ വരച്ചു. പറഞ്ഞ മനസ്സിലായില്ലേ, ഇവിടുന്ന് -π വരെ കട്ട് ചെയ്തു, ഇവിടെ +π വരുന്ന കണ്ടിട്ട് ഇവനെ മാത്രം ഞാൻ എന്താക്കി ഇവിടെ എന്താക്കി വരച്ചു. എടാ മനസ്സിലായില്ലേ, അങ്ങനെ അവരെ മാത്രം വരച്ചതാണ് ഇവിടെ എന്താക്കുന്നത് കാണുന്നത്. പറഞ്ഞ മനസ്സിലായോ, റെഡി അല്ലേ, ഓക്കെ അല്ലേ. നൗ ദ ഫംഗ്ഷൻ 1 1 ആണോ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് എന്താക്കാം, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു നോക്കാം. റെഡി അല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചേക്കാം. യെസ്, ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ മാത്രമേ എന്താവുന്നുള്ളൂ, ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി 1 1 ആയി അല്ലേ. അപ്പോൾ sin x ഡൊമൈൻ R ആകുന്ന സമയത്ത് എന്തല്ല 1 1 അല്ല, പക്ഷേ അവൻ്റെ ഡൊമൈൻ -π/2 ടു π/2 ആകുന്ന സമയത്ത് അവൻ എന്താണ് 1 1 ആണെന്ന് നമ്മൾ എന്താക്കി മക്കളെ മനസ്സിലാക്കി കളഞ്ഞു. റെഡി അല്ലേ. അപ്പോൾ പുതിയ ഡൊമൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് വിളിക്കും. എന്താണ് റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷനും എന്തുണ്ട്, നമുക്ക് ഡൊമൈൻ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ഉണ്ട്. എടാ പറഞ്ഞ മനസ്സിലായില്ലേ, റെഡി അല്ലേ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ നമുക്ക് എന്താക്കാം, എഴുതാം. റെഡി അല്ലേ. അപ്പോൾ ആദ്യം എന്താണ് sin x അല്ലേ. sin x-ൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -π/2 ടു എന്താണ് π/2, cos x-ൻ്റെ എന്താണ് ക്ലോസ്ഡ് 0 ടു π അല്ലേ. tan x-ൻ്റെ എന്താണ് ഓപ്പൺ ഇൻറ്റർവൽ എന്താണ് -π/2 ടു എന്താണ് π/2. മനസ്സിലായോ, ഓപ്പൺ ഇൻറ്റർവൽ -π/2 π/2 അല്ലേ. കൊസീക് എക്സിൻ്റെത് ക്ലോസ്ഡ് ഇൻറ്റർവൽ -π/2 ടു π/2 അല്ലേ, മൈനസ് എന്താണ് സെറ്റ് 0. റെഡി അല്ലേ. സീക്ക് എക്സിൻ്റെത് ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 ടു π മൈനസ് എന്താണ് മക്കളെ സെറ്റ് π/2 അല്ലേ. കോട്ട് എക്സിൻ്റെത് ഓപ്പൺ ഇൻറ്റർവൽ എന്താണ് 0, π എന്ന് വരും. മനസ്സിലായോ. അപ്പോൾ ഇതാണ് എന്ത്, അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമൈനാ. റെഡി അല്ലേ, റെഡി അല്ലേ. അപ്പോൾ റേഞ്ചിന് മാറ്റമൊന്നുമില്ല, പഴയ റേഞ്ച് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അതിലെന്താക്കുന്നില്ല, എഴുതുന്നില്ല ഓക്കെ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ പഠിക്കൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ, റെഡിയല്ലേ. ഇങ്ങനെ പഠിക്കൽ എന്താണ് മക്കളെ, എന്താണ് ബുദ്ധിമുട്ടാണ്. റെഡിയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ അത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റാണ് ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെന്ത് ചെയ്യുന്ന മക്കളെ 2 ഗ്രൂപ്പാക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ, ഗ്രൂപ്പിസം കേട്ടോ. 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ 2 ഗ്രൂപ്പുകൾ തമ്മിൽ പൊരിഞ്ഞടിയായിരിക്കും കേട്ടോ. റെഡിയല്ലേ. ഏതൊക്കെയാണ് 2 ഗ്രൂപ്പുകൾ? ഒന്നാമത്തത് സൈനിൻ്റെ ഗ്രൂപ്പാണ്. എടാ മനസ്സിലായോ, sin x അല്ലേ. രണ്ടാമത്തത് cos x ആണ് അതിൻ്റെ ഹെഡ്. മനസ്സിലായോ, റെഡിയല്ലേ. അപ്പോൾ sin x-നെ കൂടെ ആരാ ഉള്ളത്, sin x-നെ കൂടെ ആരുണ്ട്, കൊസീക് എക്സ് ഉണ്ട്. റെഡി അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ആരുണ്ട് മക്കളെ, cos x-ൻ്റെ റെസിപ്രോക്കലായ എന്തുണ്ട്, സീക്ക് എക്സ് ഉണ്ട്. റെഡി അല്ലേ. പിന്നെ നമുക്കറിയാം tan x = sin x cos x ആണ് അല്ലേ. അപ്പോൾ മുകളിൽ sin x അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ tan x sin x-ൻ്റെ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ cot x ആരുടെ കൂടെ പോയി, cos x-ൻ്റെ കൂടെ പോയി. പറഞ്ഞ മനസ്സിലായില്ലേ, cot x-ൻ്റെ കൂടെ പോയി അല്ലേ. അപ്പോൾ ഈ കൊസീക് എക്സ് sin x-ൻ്റെ കൂടെയാണ് നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല, അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. സീക്ക് എക്സ് cos x-ൻ്റെ കൂടെയാണെന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് എന്തില്ല മക്കളെ, ബുദ്ധിമുട്ടില്ല അല്ലേ. പക്ഷേ ഇത് കൺഫ്യൂഷനായി പോകും അല്ലേ. പിന്നെ എന്താ പറയുക, tan x ആരുടെ കൂടെയാണെന്ന് ഓർത്ത് കൺഫ്യൂഷനായി പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ ഇവിടെ രണ്ടും ഒന്നുണ്ട്, കോയുണ്ട്, അങ്ങനെയൊക്കെ ആലോചിക്കാൻ വേണമെങ്കിൽ കേട്ടോ. റെഡിയല്ലേ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ, അപ്പോൾ ഇവൻ്റെ ഡൊമൈനും അല്ല, ഡൊമൈനല്ല ശരിക്കും എന്താണ്, റെസ്ട്രിക്റ്റഡ് ഡൊമൈനാണ്. എടാ മനസ്സിലായോ, റെസ്ട്രിക്റ്റഡ് ഡൊമൈനാണ് ഓക്കെ അല്ലേ. അതേപോലെ തന്നെ എന്താണ് മക്കൾ, റേഞ്ചും ഞാൻ എഴുതാൻ വേണ്ടി പോകണം. റെഡി അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കട്ടെ, sin x അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ വെറുതെ ഈ ഗ്രൂപ്പിനെ പേര് വിളിച്ചു എന്താ, π/2 ഗ്രൂപ്പ്. ഇവരെ ഞാനെന്ന് വിളിച്ചു മക്കളെ, പൈ ഗ്രൂപ്പ്. എടാ മനസ്സിലായോ, റെഡിയല്ലേ. വേണമെങ്കിൽ ഇതിനെ കോട്ട് എന്നൊക്കെ നമുക്ക് എന്താക്കാം, നിങ്ങളെ ഫുഫു സാർ പറഞ്ഞു എനിക്ക് ഓക്കെ. കോട്ട് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ അല്ല. അപ്പോൾ ഈ sin x-ന് എന്താണ് π/2 ഗ്രൂപ്പാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇടാം, -π/2 ടു എന്താണ് മക്കളെ, π/2 അല്ലേ. ഇതെന്താണ് -π/2 ടു π/2 അല്ലേ. ഇതും എന്താണ് -π/2 ടു എന്താണ് π/2. മനസ്സിലായോ, റെഡിയല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക അല്ലേ.
സൈനിൻ്റെ കൂടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക അല്ലേ. കൊസീക് എക്സിൻ്റെ കൂടെയും എന്ത് തന്നെയാണ് മക്കളെ, ക്ലോസ്ഡ് ആണ് അല്ലേ. പക്ഷേ ഇവിടെ എന്തുണ്ട്, മൈനസ് എന്തുണ്ട്, സെറ്റ് 0 ഉണ്ട് അല്ലേ. அந்த 0 வந்து കൊസീക്ക് അലർജി മക്കളെ. കൊസീക്ക് 0 എന്തല്ല, ഡിഫൈൻഡ് അല്ല അല്ലേ. എന്താണ് കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/sin0 അല്ലെ, അഥവാ 1/0 അല്ലെ എന്ന് പറഞ്ഞ സാധനം എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ക്ലിയർ ആയോ? அந்த 0 வந்து കൊസീക്ക് അലർജി. പറഞ്ഞ മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, tan x ഈസ് ഈക്വൽ ടു എന്താണ്, അതിൻ്റെ എന്താണ്, ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 അല്ലേ. കാരണം വന്ന് π/2 വന്ന അലർജി ടാനിക്ക്, അതേപോലെ -π/2 വന്ന അലർജി ടാനിക്ക്. എടാ മക്കളെ മനസ്സിലായോ? റെഡി അല്ലേ? അത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. റെഡി അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഇനി ഈ -0 അല്ലേ. ആ -0 ഓർത്ത് വെക്കണമെങ്കിൽ കൊസീക്കലി പറഞ്ഞതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ, -π/2ൻ്റെയും π/2ൻ്റെയും മിഡ് പോയിന്റ് ആണെന്ത് 0. അങ്ങനെയും ഓർത്ത് വെക്കാം. റെഡി അല്ലേ? ഇനി cos x ഇത് നമ്മൾ എന്ത് വിളിച്ചാണ്, പൈ ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒക്കെ മൂന്നും എന്താണ് മക്കളെ, ഒന്ന് 0π അല്ലേ, 0,π അല്ലേ. ഇതും എന്താണ് 0,π, ഇതും എന്താണ് 0,π അല്ലേ. അപ്പോൾ cos x ഇവിടെ ക്ലോസ്ഡ് 0,π എന്ന് വരും അല്ലേ. sec x അല്ലേ ആകുന്ന സമയത്ത് എവിടെയും ക്ലോസ്ഡ് 0,π, പക്ഷേ அந்த π/2 വന്ന് സീക്ക് അലർജി. സീക്ക് π/2 ഇസ് നോട്ട് ഡിഫൈൻഡ്. മനസ്സിലായില്ലേ? ആൻഡ് ഇവിടെ cot x എന്ത് വരും മക്കളെ, 0,π എന്ന് വരും. മനസ്സിലായോ? റെഡി അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് എഴുതാനും എന്തുണ്ട് മക്കളെ, സുഖമുണ്ട് അല്ലേ. അപ്പോൾ sin എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1,1 അല്ലേ. കൊസീക് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ to -1, യൂണിയൻ എന്താണ് 1 to ∞ അല്ലേ. tan എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ R അല്ലേ. R എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. എഗെയിൻ cos എക്സിൻ്റെ ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി, -1,1 അല്ലേ. sec എക്സിൻ്റെ -∞ to -1 അല്ലേ, യൂണിയൻ എന്താണ് 1 to ∞ അല്ലേ. ആൻഡ് cot എക്സിൻ്റെ എന്നാണ് 6. എടാ ക്ലിയർ ആയോ? ഇതേപോലെയാണ്. ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റിംഗ് കൊണ്ട് കിട്ടുക. സൈൻ എക്സും അതിൻ്റെ കോ ഫംഗ്ഷൻ ആയ കോസ് എക്സിനും സെയിമും, സീക്ക് എക്സും അതിൻ്റെ കോ ഫംഗ്ഷൻ ആയ കൊസീക് എക്സിനും സെയിം, ടാനിനും അതിൻ്റെ കോ ഫംഗ്ഷൻ ആയ കോട്ടിനും എന്ത് സെയിം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. റെഡിയാണോ? നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എന്താണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് എന്താണ്, ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിക്കണം. ഓക്കെ അല്ലേ? ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എന്താണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. എടാ മക്കളെ, ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല അല്ലേ. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ റേഞ്ച് അല്ലേ. ഇനി ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ. അത്രയും പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമൈൻ ആയിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് അല്ലേ. അതേപോലെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ആയിരിക്കും എന്താണ് മക്കളെ, സൈൻ എക്സിൻ്റെ റേഞ്ച് ആയിരിക്കും എന്താ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ്. ശ്രദ്ധിക്കുക, ചെറിയ മാറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിവിടെ സൈൻ എക്സിൻ്റെ പകരം നമ്മൾ എന്താക്കാണ്, അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ എന്താക്കുന്നത്, എഴുതുന്നത് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. പിന്നെ എന്താണ് മക്കളെ, കൊസീക് ഇൻവേഴ്സ് എക്സ് അല്ലേ. പിന്നെ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അതേപോലെ തന്നെ അടുത്ത എന്താണ് മക്കളെ, കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. പിന്നെയോ സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ. പിന്നെ എന്താണ് മക്കളെ, കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡൊമൈൻ എഴുതുന്നു അല്ലേ. അതേപോലെ എന്താണ്, റേഞ്ച് എന്ന് എഴുതുന്നു. എടാ മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഡൊമൈൻ അല്ലേ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വാട്ട് ഇസ് ആട്ടാ, അതായത് ഇവൻ്റെ റേഞ്ച് ആണ് ഇവൻ്റെ എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞു അല്ലേ. സൈൻ എക്സിൻ്റെ റേഞ്ച് ആണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താണ്, -1,1 അല്ലേ. അഥവാ ഒന്നുമില്ല, ഈ കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും പറഞ്ഞാട്ടെ, ഇവിടെ -1,1 എന്ന് വരും. ഇതാണെങ്കിലോ -∞ to -1 യൂണിയൻ എന്താണ് മക്കളെ, 1 to ∞ അല്ലേ. ഇതാണെങ്കിലോ മക്കളെ 6 എന്ന് വരും. എടാ റെഡി അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, -1,1 എന്ന് വന്നു അല്ലേ. പിന്നെ -∞ to -1 യൂണിയൻ എന്താണ്, 1 to ∞ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ, 6 എന്ന് വരും അല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താണ്, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആണ് അല്ലേ. അതെന്തായിരുന്നു പറഞ്ഞാട്ടെ, ഇത് മൂന്നും എന്താണ്, -π/2 to π/2 ആണ് അല്ലേ. -π/2 to π/2 ആണ് അല്ലേ. -π/2 to π/2 ആണ് അവർ 3 പേരും അല്ലേ. അപ്പോൾ ഇവരാണെങ്കിലോ 0 to π 0 to π 0 to π അല്ലേ മക്കളെ. ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ, ഇവിടെയും ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. പക്ഷേ അന്ത് 0 വന്ന് കൊസീക്ക് അലർജി. പിന്നെ ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ അല്ലേ. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ, ഇവിടെയും എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ. പക്ഷേ അന്ത് π/2 വന്ന് ആർക്ക് അലർജി, സീക്ക് അലർജി. പിന്നെ എന്താണ് മക്കളെ, ഓപ്പൺ ഇൻ്റർവൽ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ റേഞ്ചിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ അല്ലേ? എന്താണ്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നും നമ്മൾ എന്താക്കും, ഇവരെ വിളിക്കും. ക്ലിയർ ആയോ?
റെഡിയല്ലേ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചുകൾ. റെഡിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് എന്താക്കാം ചെയ്തു നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സ് അല്ലെ? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് അല്ലെ എന്താണ് മക്കളെ ചോദിക്കുക? വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ് അല്ലെ? ഓപ്ഷൻ ബി ആണെന്ത് അതിൻ്റെ റൈറ്റ് ആൻസർ അല്ലെ? അഥവാ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പുതിയ ഡൊമൈൻ ആണ് എന്താക്കിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0,π എന്ന് വരും. Next question, the range of principal value branch of the function y is equal to in the sec inverse x അല്ലെ? അഥവാ y is equal to sec inverse x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ മനസ്സിലായോ? അതായത് അപ്പോൾ എന്ത് വരും മക്കളെ? സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെ? സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെ? അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? ഇവനല്ലേ അല്ലേ? അല്ലേ മക്കളെ? അല്ലേ? ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വരും പറഞ്ഞാട്ടെ? യെസ്. ഓക്കെ, ക്ലോസ്ഡ് 0,π മൈനസ് എന്താണ്? π/2 എന്ന് വരും അല്ലേ? ക്ലോസ്ഡ് 0,π മൈനസ് സെറ്റ് π/2 എന്ന് വരും. റെഡി അല്ലേ? ദെൻ നെക്സ്റ്റ്, ദ ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ദെൻ അവിടെ ചോദിച്ചിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യാന്നാണ്. ഓക്കെ, എടാ മക്കളെ വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാമെന്നാണ് ഓപ്പൺ എന്താ? -π/2 to π/2 അല്ലേ? അല്ലേ? ഓപ്പൺ -π/2 to π/2 അല്ലേ? അല്ലേ? സോ ഏത് ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ്? ഓപ്ഷൻ സി ആണെന്ന് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ടാബിൾ ഒന്ന് പഠിച്ചാൽ ഗുണം ചെയ്യും. ഓക്കെ, നമ്മൾ 10th പഠിച്ചതാണ് അല്ലേ? +1 പഠിച്ചതാണ്. ഓക്കെ, പിന്നെ ഈ റിവിഷൻ്റെ സമയത്ത് ഞാൻ ഈ ടാബിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ടാബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? നമുക്ക് പ്രോബ്ലം വേഗത്തിൽ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 ഈസ്. ഓക്കെ, ശ്രദ്ധിക്കുക, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 1/2 ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 1/2 ആവുക? നമ്മൾ സൈൻ ഫംഗ്ഷൻ എടുക്കുക അല്ലേ? എപ്പോഴാണ് 1/2 ആവുക? ആംഗിൾ എന്താണ്? π/6. പറഞ്ഞാൽ മനസ്സിലായില്ലേ? സോ ആൻസർ എന്ന് കിട്ടും മക്കളെ? π/6 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതിനൊരു പ്രൊസീജിയറോടൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്താക്കണം? ഇത് ചെയ്യണം അല്ലേ? അത് പുട്ട് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ? 1/2 എന്ന് എഴുതാം. റെഡി അല്ലേ? നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞാൽ 1/2ന് പകരം നമുക്ക് എന്താക്കാം? സൈൻ π/6 എന്ന് മാറ്റി എഴുതാം അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ π/6ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ π/6 ആണ് അല്ലേ മക്കളെ? അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? π/6. ഓക്കെ അല്ലേ? പക്ഷേ അതിനൊന്നും ആവശ്യമില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് എഴുതിയാൽ മതി. റെഡി അല്ലേ? ഇനി പറയുന്നത് വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് 2. റെഡി അല്ലേ? കൊസീക്ക് ഇൻവേഴ്സ് 2, അതായത് കൊസീക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 2 ആവുക അല്ലേ? അതിൻ്റെ ഉത്തരവും എന്ത് സെയിം ആണ്. അതിൻ്റെ ഉത്തരവും എന്തിനാണ് മക്കളെ? സിംപ്ലി എന്താണ്? π/6 ആണ്. പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എടാ സാറേ ഈ ടേബിൾ അല്ലേ സാറ് പഠിക്കാൻ വേണ്ടി പറഞ്ഞേ, ഇതിന് കൊസീക്ക് ഉണ്ടോ മണ്ടൻ സാറേ? ഇത് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എടാ മക്കളെ ശ്രദ്ധിക്കുക, അപ്പം അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ആ ടേബിൾ മാത്രമാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഓക്കെ, അഥവാ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോഴാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? അതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോഴാണ് സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? അതേപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു എന്താണ്? കോട്ട് ഇൻവേഴ്സ് എക്സ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം സൈൻ്റെ റെസിപ്രോക്കലാണ് മക്കളെ നമുക്കറിയാം എന്താണ്? കൊസീക്ക് എക്സ്. ശരിയല്ലേ? അല്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. പറഞ്ഞാൽ മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ അല്ലേ? ഇവിടെ ഇതിനുള്ളിൽ റെസിപ്രോക്കൽ ആകുമ്പോൾ അത് ഇതിനുള്ളിലെ ചങ്ങാതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് കൊസീക്ക് ഇൻവേഴ്സ് ആയിട്ട് മാറും അല്ലേ? അതുപോലെ ഓരോന്നിൻ്റെയും. റെഡി അല്ലേ? അപ്പോൾ തിരിച്ച് നമ്മൾ എന്താക്കണം? പഠിക്കണം. റെഡി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയും ചെയ്യാം. നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1/x അല്ലേ? ഓറൽസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2ൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? എന്താ? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? π/6 ആണ്. മനസ്സിലായോ? റെഡി അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ നമുക്ക് ഫോർ എക്സാമ്പിൾ കൊസീക്ക് ഇൻവേഴ്സ് 2/√3 കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മാറ്റുക അല്ലേ? സൈൻ. അപ്പോൾ ഇത് ആ വാല്യൂ നമുക്ക് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം അതിനെ സൈൻ ഇൻവേഴ്സ് ടൈമിലേക്ക് മാറ്റുക അല്ലേ? എങ്ങനെ സൈൻ ഇൻവേഴ്സ് ടൈമിലേക്ക് മാറ്റുക? ഉള്ളിലുള്ള ചങ്ങാതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയാണ് മക്കളെ. അപ്പോൾ ഇതെന്താണ്? √3/2
മനസ്സിലായോ? എന്താ സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറഞ്ഞാൽ അത് y/3 അല്ലേ. ഇനി അതേപോലെ തന്നെയാണ് മക്കളെ സീക്ക് ഇൻവേഴ്സ് √2 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം അല്ലേ. അയ്യോ സീക്ക് അറിയില്ലല്ലോ, പക്ഷെ വേഗം മാറ്റാം അല്ലേ. എങ്ങനെയാണെന്ന് കോസിലേക്ക് മാറ്റാം അല്ലേ. എങ്ങനെ അതിനുള്ളിൽ ചങ്ങാതിയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 അല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് π/4. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയും നമുക്ക് എന്താക്കാം ചെയ്യാം. മനസ്സിലായോ? എടാ മക്കളെ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം അഡോപ്റ്റ് ചെയ്യാം അല്ലേ. മാത്തമാറ്റിക്സ് നമുക്കൊരു യൂണിവേഴ്സൽ ഫ്രീഡം തരുന്നുണ്ട്. ആ ഫ്രീഡം നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം എന്താ? ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 2 cosec ഇൻവേഴ്സ് 2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. എടാ മക്കളെ 2 cosec ഇൻവേഴ്സ് 2 അല്ലേ. അപ്പോൾ cosec ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ പഠിച്ചതുള്ളൂ എന്താണ് π/6 ആണ് അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. കോസ് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 1/2 ആവുക? നമുക്കറിയാം ദ ആംഗിൾ π/3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയിട്ട് പോയി. റെഡി അല്ലേ. സോ നമുക്ക് എന്താ π/3 പ്ലസ് എന്താണ് π/3 അല്ലേ എന്ന് പറഞ്ഞാൽ അതെന്താണ് മക്കളെ 2π/3 അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. The next question, evaluate 3 sin inverse 1/√2 plus 2 cos inverse √3/2 plus cos inverse 0. സിമ്പിൾ അല്ലേ മക്കളെ. സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 1/√2 ആവുക? റെഡി അല്ലേ. നമ്മൾ അറിയില്ലെങ്കിൽ ആ ടേബിൾ നോക്കുക, ആ ടേബിൾ പഠിക്കണം കേട്ടോ. നമുക്കറിയാം എപ്പോഴാണ് π/4 അല്ലേ. ഇനി മക്കളെ 2 ഇൻറ്റു കോസ് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് √3/2 ആവുക? അറ്റ് ഈസ് സിമ്പിളി എന്താണ് π/6 അല്ലേടാ മക്കളെ. കോസ് ഇൻവേഴ്സ് 0 അല്ലേ. കോസ് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക? π/2. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ 3 എന്ന് വരും അല്ലേ. സോ നമുക്ക് 3π/4 അല്ലേ പ്ലസ് π/3 അല്ലേ പ്ലസ് എന്ത് വരും മക്കളെ? π/2 അല്ലേ. ഇതെന്താക്കിയാൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. LCM എടുക്കാം. 3ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. ശരിയല്ലേ? ഓക്കെ അല്ലേ. യെസ് ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താക്കാം? ഇവിടെ 4നെ നമ്മൾ എന്താക്കണം? 12ലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ആരെ കൊണ്ട് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ന്യൂമറേറ്റർ 3നെ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ 9π എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്തത് ശ്രദ്ധിക്കുക 3 അല്ലേ. അപ്പോൾ അതിനെ ഞാൻ 4π എന്ന് വരും. റെഡി അല്ലേ. ഇതാണെങ്കിലോ മക്കളെ 6π എന്ന് വരും. മനസ്സിലായോ? ആ മൊത്തം ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് 19π ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? 12 എന്ന് വരും. മനസ്സിലായോ? റെഡി അല്ലേ. അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ LCM ആയിട്ട് ആരെ എടുത്തു? 12 എടുത്തു. റെഡി അല്ലേ. എങ്ങനെ LCM 12 എടുത്തു? പിന്നെ 4ന് 3നും 2നും LCM 12 നമുക്കറിയാം. റെഡി അതെടുത്തു. റെഡി അല്ലേ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഈ 3π അല്ലേ 3πനെ കൊണ്ട് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് എന്തായത്? 9π ആയത് അല്ലേ. എങ്ങനെയാണ് 3 കിട്ടിയത്? ഒന്നുമില്ല. LCM എന്താ? 12. റെഡി അല്ലേ. ഇനി പിന്നെ താഴെ ആരാളുള്ളത്? 4 ആണുള്ളത് അല്ലേ. അപ്പോൾ 12 എന്താക്കാം? 12/4 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ് അല്ലേ. അപ്പോൾ ഈ 3πനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 9π കിട്ടും അല്ലേ. ഇനി അടുത്ത് LCM എന്താ? 12 അല്ലേ. ഇവൻ്റെ താഴെ 3 ആണ്. അപ്പോൾ എന്താണ്? 4 അല്ലേ. അപ്പോൾ ഈ പൈനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 4π എന്നായി. എടാ മനസ്സിലായില്ലേ. ഇനി LCM എന്താണ്? 12 അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇവൻ്റെ താഴെ 2 അല്ലേ. അതുകൊണ്ട് ഡിവൈഡ് നമുക്ക് എന്തുണ്ട്? 6. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ. പറഞ്ഞാൽ മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ 19π ഡിവൈഡ് ബൈ 12. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ LCM എടുത്ത് ചെയ്തത് കേട്ടോ. അതറിയാതെ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും പറയാൻ സാധ്യത മികച്ച ചോദ്യം സാർ അല്ലേ, അടുത്ത ചോദ്യം അല്ലേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ. സി ഗൈസ്, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇതേപോലുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ നാക്ക് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അറ്റത്ത് നിന്ന് തുടങ്ങാം അല്ലേ. ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡ് നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരും അല്ലേ. അതായത് ഫൈൻഡ് നോക്കണേ ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2 cos ഓഫ് എന്താ 2 sin ഇൻവേഴ്സ് 1/2. ശരിയല്ലേ. അപ്പോൾ അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2 cos ഓക്കെ അല്ലേ 2 ഇൻറ്റു എടാ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ എന്താ മക്കളെ? അത് π/6 ആണ്. എടാ ശരിയല്ലേ. അപ്പോൾ ഇതെന്തായി? ക്യാൻസൽ ആയിട്ട് പോയി അല്ല. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ടാൻ ഇൻവേഴ്സ് അല്ലേ 2 cos π/3 എന്നായിട്ട് മാറി അല്ലേ. എടാ മക്കളെ എന്താണ് cos π/3 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലേ അതെന്താണ്? 1/2 ആടാ അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്തായി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ പുട്ട് പോലെ നമുക്ക് മാർക്ക് വാങ്ങിക്കൂടെ? ഒന്നുമില്ലടാ മക്കളെ. നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കുക അല്ലേ. ഏറ്റവും റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആരാണ്? സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്? π/6. അത് ഇവിടെ ഇട്ട് കൊടുത്തു അല്ലേ. പിന്നെ ഇവിടെ 2 ഉണ്ട്. അതിനോട് എന്തായി മക്കളെ? കട്ടായിട്ട് പോയി. എടാ റെഡി അല്ലേ. അപ്പോൾ അടുത്തത് നമ്മൾ എന്തായി? ഇവിടെ 2 cos അല്ലേ എന്തായി? യെസ് ഓക്കെ. അപ്പോൾ അതിനടുത്ത കോസ് നമുക്കിവിടെ π/3 എന്ന് ബാക്കി അല്ലേ. എന്താ cos π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അതെന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി 1/2 ആണ്
ഓക്കെ, കട്ടായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും റൈറ്റ് നമ്മൾ എന്താക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഇതേ സാധനം തന്നെ നോക്കിയേ, ഇതേ സാധനം തന്നെ മറ്റൊരു രീതിയിൽ എന്താക്കിയാണ് ചോദിച്ചിരിക്കുകയാണ്. റെഡി അല്ലേ? അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ, ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2 cos അല്ലേ 2 സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1. എടാ മക്കളെ, ഇത് രണ്ടും സെയിം അല്ലേ? നോക്കിയാട്ടെ. ഇതല്ലേ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2. നോക്കിയാട്ടെ, ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ. അതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? എന്താ കിട്ടിയത്? π/4 അല്ലേ. പ്ലസ് ഓൾ എക്സ്ട്രാ ഇവിടെ എന്തുണ്ട്? ഒരു ടാൻ ഇൻവേഴ്സ് 1 കൂടിയുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയാമെന്നാണ് π/4 അല്ലേ. കാരണം ടാൻ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുക? π/4ലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തിനാണ് മക്കളെ? 4 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? നമുക്ക് π + π എന്ന് വരും. റെഡി അല്ലേ? അഥവാ 2π/4 അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താ മക്കളെ? π/2 അല്ലെങ്കിൽ അത്രയൊന്നും പണിയില്ല മക്കളെ. 45 + 45 എത്രയാണ്? 90 അല്ലേ. 90 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ. അങ്ങനെ നമുക്ക് എന്താക്കാം, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? The next question, sin of π/3 plus sin inverse 1/2 അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സൈൻ ഓഫ് ഓക്കെ π/3 അല്ലേ, π/3 അല്ലേ പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മളിവിടെ സൈൻ അല്ലേ π/3 അല്ലേ പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2യുടെ വാല്യൂ എന്ന് നമുക്കറിയാമെന്നാണ് π/6 ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ എഴുതുവാണെങ്കിൽ ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് 1/2 = π/6 അല്ലേ. ബോർഡ് എക്സാം അല്ലേ, എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മക്കളെ സൈൻ അല്ലേ. എടാ മക്കളെ π/3 + π/6 എന്താ? 60 30 90. π/3 എന്ന് പറയുമ്പോൾ 60, π/6 എന്ന് പറയുമ്പോൾ 30. അപ്പോൾ 60 30 90 നമുക്കറിയാം. ഓക്കെ അല്ലേ. ഒന്നിക്കൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 90 എന്ന് പറഞ്ഞാൽ π/2 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൊത്തത്തിൽ എങ്ങനെയാണ്? 6π + 3π അല്ലേ. ഓക്കെ, 6π അല്ലേ പ്ലസ് 3π അല്ലേ /3 × 6 എന്ന് പറയുമ്പോൾ എന്താണ്? 18 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ഓക്കെ അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയാം? സൈൻ അല്ലേ 9π / 18 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ π/2 ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 1 എന്ന് വരും. മനസ്സിലായോ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓ സോറി, ഒബ്ജക്റ്റീവ് അല്ലേ. ക്ലിയർ അല്ലേ? ഇനി എടാ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മൊത്തം എന്താണ്? ഇതിൻ്റെ ഉള്ളിലൊക്കെ ആംഗിൾ എന്താണ്? പോസിറ്റീവാണ് അല്ലേടാ. ഓക്കെ, ആംഗിൾ എന്താണ്? എല്ലാത്തിലും എന്താണ്? ഉള്ളിൽ എന്താണ് മക്കളെ? പോസിറ്റീവാണ്. എടാ ക്ലിയർ ആയ? ഉള്ളിൽ മൊത്തം എന്താണ്? പോസിറ്റീവാണ് അല്ലേ. ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, നോക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിരുന്നു അല്ലേ. ഒന്ന് സൈൻ ഇൻവേഴ്സ് അല്ലേ, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. അതേപോലെ മക്കളെ ഇതാ മക്കളെ എന്താണ്? സെക്കൻഡ് ഗ്രൂപ്പ്. എടാ ശരിയല്ലേ. അപ്പോൾ ഇതേ മക്കളെ നിങ്ങൾ നോക്കുന്നത് അതേ ഗ്രൂപ്പ് തന്നെ അല്ലേ. സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ് അല്ലേ. കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, അതേപോലെ എന്താണ്? കോട്ട് ഇൻവേഴ്സ് അല്ലേ. മക്കളെ സൈൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് എന്താണ്? മൈനസ് അല്ലേ. ടാൻ ഇൻവേഴ്സ് ഓഫ് -x മൈനസ് സൈൻ ഇൻവേഴ്സ് x, കൊസീക് ഇൻവേഴ്സ് ഓഫ് -x മൈനസ് കൊസീക് ഇൻവേഴ്സ് x. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താണ്? -x വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താക്കിയാൽ മതി? ജസ്റ്റ് ഒരു മൈനസ് എന്താക്കിയാൽ മതി? പുറത്തേക്ക് ഇട്ടാൽ മതി. എടാ ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു മൈനസ് എന്ത് ചെയ്താൽ മതി മക്കളെ? പുറത്തേക്ക് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ അല്ലേ. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്താക്കണം? ഇവിടെ ഒരു π- കൊടുക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു നെഗറ്റീവ് പുറത്ത് കൊടുക്കുക അല്ലേ. മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? -π/6. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആണെങ്കിലോ? കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 അല്ലേ. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π - കോസ് ഇൻവേഴ്സ് x അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൈ മൈനസ് എന്ത് വരും? കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. അതായത് പൈ മൈനസ് അല്ലേ. എന്താ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/3 ആണ് മക്കളെ അല്ലേ. സോ π - π/3 നമുക്ക് നേട്ടം പറഞ്ഞിട്ട് 2π/3 ഉത്തരം കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അയ്യോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോടാ എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? 2π/3 എന്ന് കിട്ടി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 അല്ലേ. കോട്ട് ഏത് ഗ്രൂപ്പിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലല്ലേ അല്ലേ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x അല്ലേ മക്കളെ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 അല്ലേ മക്കളെ അല്ലേ. ഇനി എപ്പോഴാണ് കോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ √3 ആവുക? അത് ആലോചിക്കണം.
റെഡിയല്ലേ? അഥവാ അത് പെട്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ടാൻ ഇൻവേഴ്സ് 1/√3 എന്നാക്കിയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 എന്നാക്കിയിട്ടൊക്കെ ചെയ്യാം അല്ലേ? അത് നമ്മൾ ഇതിലില്ലെങ്കിൽ അല്ലേ? എപ്പോഴാണ് മക്കളെ? ദാറ്റ് ഇസ് സിംപ്ലി ആംഗിൾ ഏതിലാണ്? π/6 അല്ലേ? 30 ഡിഗ്രിയിലല്ലേ മക്കളെ? ഓക്കെ, റെഡിയല്ലേ? സോ π - π/6 എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് വാട്ട് 6π അല്ലേ? -π/6 അല്ലേ? എന്ന് പറയുമ്പോൾ 5π/6. ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 അല്ലേ? മക്കളെ ശ്രദ്ധിക്കുക, ഇതേപോലെ അല്ലേ? മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 അല്ലേ? അപ്പോൾ അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 അല്ലേ? മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ എനിക്ക് എങ്ങനെ മാറ്റിയതാണ്? π മൈനസ് എന്താണ്? കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞിട്ട് മാറ്റിയതാണ്. ശരിയല്ലേ? ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് √3 അല്ലേ? ഈ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഉള്ളിലുള്ള എല്ലാവരുടെയും സൈൻ ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ π എന്താ -π ആവും അല്ലേ? ഈ രണ്ട് മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും അല്ലേ? പ്ലസ് കോട്ട് ഇൻവേഴ്സ് എന്താണ്? √3 എന്നായി. റെഡിയല്ലേ? എടാ മക്കളെ, ടാൻ ഇൻവേഴ്സ് √3ൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? എന്താണ്? ഇത് സിംപ്ലി എന്താണ്? π/3 ആണ് അല്ലേ? -π അല്ലേ? പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? എന്താണത്? π/6 ആണ് അല്ലേ? അഥവാ കോട്ട് ഇൻവേഴ്സ് √3 നമുക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? റെഡിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താക്കിയാൽ മതി? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ? മക്കളെ, π/3 പ്ലസ് π/6 അല്ലേ? അഥവാ 60 30 എത്രയാണ്? 90. ശരിയല്ലേ? 90 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ? മൈനസ് ഇവിടെ എന്താണ്? π അല്ലേ? π/2 മൈനസ് π എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? -π/2 അല്ലേ? റെഡിയല്ലേ? -π/2 അല്ലേ? ഇനി അഥവാ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ ചെയ്യുക, ഇവിടെ 1 ഒക്കെ കൊടുക്കുക, π അല്ലേ? പിന്നെ എന്താ? -2π/2 അല്ലേ? അഥവാ നമുക്ക് എന്ത് കിട്ടി മക്കളെ? -π/2 എന്ന് കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -√2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 അല്ലേ? എടാ മക്കളെ, ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്താണെന്ന് അറിയണം അല്ലേ? എന്താ സാധനം അത്? അത് സിംപിളി എന്താ? π മൈനസ് കോസ് ഇൻവേഴ്സ് x ആണ് സാർ അല്ലേ? അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? π മൈനസ് എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ് അല്ലേ? പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നായിട്ട് മാറി. റെഡി അല്ലേ? സോ π മൈനസ് അല്ലേ? എന്താ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/3 ആടാ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു അല്ലേ? എന്താ മക്കളെ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്കറിയാം എന്താണ്? π/6 ആണ് അല്ലേ? അത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി. മനസ്സിലായോ? റെഡി അല്ലേ? സോ വാട്ട് ഇസ് ദാറ്റ്? π മൈനസ് π/3 പ്ലസ് π/3 അല്ലേ? എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കട്ടായിപ്പോയി അല്ലേ? അവരെ പാടായി അല്ലേ? ഉത്തരം എന്തായി മക്കളെ? π അല്ലേ? ബോർഡ് എക്സാമിന് സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് എഴുതണം അല്ലേ? ഓരോന്നിനും എന്താക്കണം? റീസൺ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ സിൻസ് അല്ലേ? എന്ത് എഴുതണം? ഇതേ റീസൺ അല്ലേ? അഥവാ കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π മൈനസ് കോസ് ഇൻവേഴ്സ് x ആണെന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഇവിടെ ആണെങ്കിൽ സിൻസ് ഓക്കെ എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ π/3 എന്നും അല്ലേ? അതേപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് π/6 എന്നും നമ്മൾ എഴുതണം. മനസ്സിലായോ? ഇതിൻ്റെ റീസൺ എഴുതണം. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് മാറിയതിൻ്റെ റീസൺ നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലെസൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം മക്കളെ? 2 തിയറീസ് പഠിക്കണം അല്ലേ? 2 പ്രോപ്പർട്ടീസ് പഠിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അഥവാ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത്. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. റെഡി അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ്. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഞാനിവിടെ അത് ഒന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണേ അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലേ? അതായത് വെൻ എവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാകുമ്പോൾ ഇനി പറയുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അഥവാ ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മക്കൾ എക്സ് അല്ലേ? എപ്പോഴാണ് അങ്ങനെ? ചുമ്മാ എല്ലായ്പ്പോഴും അതെന്താവില്ല, നടക്കില്ല. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എല്ലായ്പ്പോഴും എന്താവില്ല, എക്സ് ആവില്ല അല്ലേ? അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴാണ്? വെൻ എവർ എക്സ് ബിലോങ്സ് ടു എന്താണ്? ഡൊമൈൻ ഓഫ് സൈൻ എക്സ് അല്ലേ? ഡൊമൈൻ ഓഫ് എന്താണ് മക്കളെ? സൈൻ എക്സ് അല്ലേ? അപ്പോൾ ഡൊമൈൻ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം അല്ലേ? എന്താണ് ഡൊമൈൻ എന്ന് പറയാൻ? നമ്മളെ പുതിയ ഡൊമൈൻ അഥവാ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ അഥവാ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ അതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് അല്ലേ? എക്സ് എപ്പോഴായിരിക്കും മക്കളെ? നിങ്ങൾ പറഞ്ഞോളൂ. എക്സ് അല്ലേ? എപ്പോഴാണ്? വെൻ എവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കോസ് എക്സ് അല്ലേ? എന്താ മക്കളെ ഡൊമൈൻ ഓഫ് കോസ് എക്സ്? 0 to π.
മനസ്സിലായോ? അതേപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് എക്സ് അല്ലേ? അതെപ്പോഴാണ് മക്കളെ? വെനെവർ എക്സ് ബിലോങ്സ് ടു എന്താണ് ഡൊമൈൻ ഓഫ് ടാൻ എക്സ് അല്ലേ? ഡൊമൈൻ ഓഫ് ടാൻ എക്സ് എന്ന് പറയുമ്പം എന്താണ് മക്കളെ? ഇവിടെ എന്ത് തന്നെയാണ് പറഞ്ഞിട്ട്? 6 തന്നെയാണ് അല്ലേ? സോറി, എന്താണ് 6 അല്ല, എന്താണ് ആ ഓപ്പൺ ഇൻ്റർവെൽ എന്താണ് -π/2 ടു എന്താണ് π/2. റെഡിയല്ലേ? ഇനി അപ്പോൾ സൈന് കോസ് ടാൻ അല്ലേ? അപ്പോൾ അടുത്തത് കൊസീക്ക് ഓഫ് എന്താണ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എന്താണ് കൊസീക്ക് എക്സ് അല്ലേ? എപ്പോഴാണ് അത് എക്സ് ആവുക? വെനെവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കൊസീക്ക് എക്സ്. ഡൊമൈൻ ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറയുമ്പോൾ -π/2 ടു π/2 നമ്മൾ പഠിച്ച സാധനം തന്നെ -0. മനസ്സിലായോ? ആൻഡ് മക്കളെ എന്താണ് സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകാം. എപ്പോഴാണ് മക്കളെ? എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സീക്ക് എക്സ് അഥവാ 0 to π അല്ലേ മൈനസ് എന്താണ് സെറ്റ് π/2. ആൻഡ് ഫൈനലി കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ? എപ്പോഴാണ്? എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കോട്ട് എക്സ് അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ 0, π. മനസ്സിലായോ? റെഡിയല്ലേ? ഇനി അടുത്തൊരു സാധനം കൂടി പഠിപ്പിച്ചു തരാം. അതായത് ശ്രദ്ധിക്കുക, അടുത്തത് ലിസൺ. അതായത് അവിടെ നേരെ തിരിച്ച് എന്താ മക്കളെ? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ. ഓക്കെ, എന്നാണത്? എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. റെഡിയല്ലേ മക്കളെ? നോക്കണേ, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ? എപ്പോഴാണ്? വെനെവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എന്താണ് മക്കളെ? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. സി അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കണേ, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ? എപ്പോഴാ? വെനെവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. എന്താ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്? ദാറ്റ് ഈസ് സിംപ്ലി ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, അല്ലേ? അപ്പോൾ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ? എപ്പോഴാ? വെനെവർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് അഥവാ സിംപ്ലി -1, അല്ലേ? അതേപോലെ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ? എപ്പോഴാ? വെനെവർ എക്സ് ബിലോങ്സ് ടു ആർ. റെഡിയല്ലേ? അതേപോലെ മക്കളെ സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എന്താവും മക്കളെ? എക്സ് ആകും അല്ലേ? എപ്പോഴാണ് മക്കളെ പറഞ്ഞിട്ട്? എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് അഥവാ -∞ ടു -1 അല്ലേ? യൂണിയൻ എന്താണ് 1 to ∞. അതേപോലെ കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ? എക്സ് ബിലോങ്സ് ടു സെയിം അല്ലേ? ഡൊമൈൻ സെയിം ആണ് അല്ലേ? ആൻഡ് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു എക്സ് ആകും അല്ലേ മക്കളെ? വെനെവർ എക്സ് ബിലോങ്സ് ടു എന്താണ്? 6 ആകുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിഫൈൻഡ് ഓൺ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആവണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സൈൻ എക്സ് അല്ലേ? ഡൊമൈൻ ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡൊമൈൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആണ്. അതെന്താണ്? -π/2 ടു എന്താണ് മക്കളെ? π/2. സിമ്പിൾ. റെഡിയല്ലേ? ഇനി അതേ ചോദ്യം തന്നെ മറ്റൊരു വർഷം ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിഫൈൻഡ് ഓൺ അല്ലേ? അത് ഓപ്ഷൻ എ തന്നെയാണെന്ത് കറക്റ്റ്. ഓപ്ഷനുകൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. റെഡിയല്ലേ? Then next, the value of sin inverse of sin 1/2 is equal to. Okay, what is sin inverse of sin 1/2 വാല്യൂ? അതാണ് നമുക്ക് അറിയേണ്ടത്. എടാ മക്കളെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ സൈൻ എക്സ് അല്ലെ ഈസ് ഈക്വൽ ടു എക്സ് ആണ് അല്ലെ? വെനെവർ എക്സ് ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ടു π/2 അല്ലേ? നമുക്കറിയാം π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3.14 ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് π/2 എന്ന് പറയുന്നത് അല്ലേ? അഥവാ ഏകദേശം 1.57 വരും. റെഡി അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ -π വരുന്ന ഓൾമോസ്റ്റ് -1.57 ടു എന്താണ് +1.57 അല്ലേ? എടാ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 1/2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയാം അല്ലെ? എന്തുകൊണ്ടാണ്? ദിസ് 1/2 അല്ലെ ബിലോങ്സ് ടു എന്താണ്? -1.57 ടു 1.57 അല്ലെ? അഥവാ ഈ പറഞ്ഞ പോലെ തന്നെ -1.57ൻ്റെയും അല്ലെ 1.57ൻ്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്? 1/2 കിടക്കുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 കിടക്കുന്നത് അല്ലെ? ഇവിടെയാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 1/2 ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് നമുക്ക് പറയാം. ഇനി അഥവാ അത് ഓർമ്മയില്ലെങ്കിലും നമുക്ക് എന്താക്കാം ചെയ്യാം അല്ലേ? എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ? എടാ ഈ സൈൻ 1/2ൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നാണ് π/6 ആണ്. അത് അവിടെ ഇട്ട് കൊടുത്തു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോറി, സൈൻ ഇൻവേഴ്സ് π/6 നമുക്കറിയാമെന്നാണ് 1/2. അങ്ങനെയും പറയാം. റെഡി അല്ലേ?
അത്രേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കുക. റെഡി? ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ആണ്. ഓക്കെ, വേഗം ചാടിക്കയറി എന്താ എഴുതരുത്? 2π/3 എന്ന് എഴുതരുത്. ഓക്കെ, കാരണം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, 2π/3 അല്ല അല്ലേ. എന്തുകൊണ്ടാണ്? ദിസ് 2π/3 നോട്ട് ബിലോങ്സ് ടു എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 അല്ലേ. അഥവാ ക്ലോസ് ഇന്റർവൽ -π/2 to π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അവൻ എന്താവുന്നില്ല, ഈ പറഞ്ഞ -90ൻ്റെയും 90ൻ്റെയും ഇടയിൽ കിടക്കുന്നില്ല. കാരണം 2π/3 അല്ലേ, -π/2 -90 ആണ്, π/2 തന്നെ +90 ആണ് അല്ലേ. 2π/3 എന്ന് പറഞ്ഞാൽ 2 × π/3 അല്ലേ. അയ്യോ, ഓക്കെ, 2 × π/3 അല്ലേ. 2 × π/3 എന്ന് പറയുമ്പോൾ 2 × 60 അതാ 120 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെയാണ് 2π/3 കിടക്കുക. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ -π/2 π/2 പുറത്താണ് എന്ത് കിടക്കുന്നത്, 2π/3 കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 2π/3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതും അല്ലേ. എങ്ങനെയാ, സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ സൈൻ 2π/3 അല്ലേ. എടാ മക്കളെ, സൈൻ 2π/3 നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, π - π/3 എന്ന് എഴുതി കൂടെ, തെറ്റുണ്ടോ? ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ, ഈ സൈൻ 2π/3 നമുക്ക് സൈൻ π - π/3 എന്ന് എഴുതി കൂടെ, തെറ്റുണ്ടോ? അതെങ്ങനെയാണ് സാർ എഴുതിയത്? അതൊന്നുമില്ലടാ, നോക്കണേ. എടാ മക്കളെ, ഇവിടെ 2π അല്ലേ, അല്ല ആ 2π നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാടാ, 3π - π / 3 എന്ന് എഴുതാം. സാറേ അതെന്തിനാണ് 2π 3π - π ആക്കിയത്? സാറേ π + π എഴുതി കൂടെ, അല്ല 4π - 2π എഴുതി കൂടെ, എന്തിനാ അങ്ങനെ ആക്കിയത്? അങ്ങനെ ആക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താക്കുക, ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 3π/3 അല്ലേ -π/3. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് പോയി അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് എന്തായിട്ട് പറയട്ടെ, സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ സൈൻ π - π/3 എന്ന് വന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കി, അതിനെ മാറ്റി അല്ലേ. എന്താ മക്കളെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π - π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ π - π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സൈൻ π - π/3? അത് നമ്മൾ അറിയണം അല്ലേ. വാട്ട് ഈസ് സൈൻ π - π/3 ഗൈസ്? ഓക്കെ, നമുക്കറിയാം അല്ലേ, എന്താണ് π - π/3 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റാണ് വരുന്നത്, സെക്കൻഡ് ക്വാഡ്രൻ്റാണ് വരുന്നത്. റെഡിയല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്, സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കറിയാം എന്താണ്, പോസിറ്റീവാണ്. റെഡിയല്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π - π/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്, സൈൻ π/3 ആണ് അല്ലേ. അതായത് ഇവിടെ π ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ വന്നു. ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചാണ്. റെഡിയല്ലേ? നൗ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3 നമുക്ക് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, π/3 എന്ന് എഴുതാം അല്ലേ. കാരണം സിൻസ് എന്തുകൊണ്ടാണ്, ദിസ് π/3 നൗ ബിലോങ്സ് ടു എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. മനസ്സിലായില്ലേ? π/3 എന്താണ്, ക്ലോസ് ഇൻ്റർവൽ -π/2 നും π/2 നും ഇടയിൽ കിടക്കുന്നത് അല്ലേ. നമുക്കറിയാം -π/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, -90 ആണ് അല്ലേ. അതേപോലെ തന്നെ +π/2 എന്ന് പറയുമ്പോൾ എന്താണ്, +90 ആണ് അല്ലേ. അതിൻ്റെ ഇടയിലാണ് π/3 അഥവാ 60 ഡിഗ്രി എന്താണ്, അതിൻ്റെ ഇടയിലാണ് എന്താക്കുന്നത്, കിടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എഴുതാം. റെഡിയല്ലേ? ഇവിടെ നമുക്ക് എഴുതി കൂടാമായിരുന്നു അല്ലേ. എന്തുകൊണ്ടാണ് എഴുതി കൂടാത്തത്? ബിക്കോസ് ദിസ് 2π/3 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/7 അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 13π/7 അല്ലേ. എടാ മക്കളെ, ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 30π/7 എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്, 13π/7 ആണ് അല്ലേ. കാരണം എന്താണ്, ദി 13π/7 നോട്ട് ബിലോങ്സ് ടു എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to എന്താണ് മക്കളെ, π/2. റെഡിയല്ലേ? നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും. അല്ലാത്തവർ ഇതേപോലെ റേഡിയലിലേക്ക് ഡിഗ്രിയിലേക്കൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. റെഡിയല്ലേ? എങ്ങനെ മാറ്റാം? ഒന്നുമില്ല, ഈ പൈക്ക് പകരം 180 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, സി നമുക്കറിയാം ഇത് ഏകദേശം എന്തായിരിക്കും, 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ 1.9 × 150 എന്ന് പറയുമ്പോൾ അങ്ങ് കയറിപ്പോവും അല്ലേ. അപ്പോൾ π/2 താഴെയല്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണ്ട, അത് നോക്കണ്ട. റെഡി? ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? അത് നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ നമുക്ക് 13π/7 മാറ്റാം. അത് ആദ്യം മാറ്റി വെക്കുക, അതാണ് നല്ലത് അല്ലേ. അപ്പോൾ 13π/7 നമ്മൾ എങ്ങനെ മാറ്റാം, 13 മാറ്റാം അല്ലെ. എങ്ങനെയാണ്, 14π അല്ലെ -π അല്ലെ. എന്തുകൊണ്ടാണ് /7 അല്ലെ. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, താഴെയുള്ളവൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ, അത് താഴെയുള്ളതിൻ്റെ ഒരു മൾട്ടിപ്പിൾ മുകളിൽ വരുന്ന രീതിയിലും വേണ്ട നമ്മൾ മാറ്റാൻ അല്ലേ. അഥവാ ഡിനോമിനേറ്ററിൻ്റെ ഒരു മൾട്ടിപ്പിൾ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ മാറ്റാൻ അല്ലേ. അഥവാ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 7 ഒരുപാട് മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ ന്യൂമറേറ്ററോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൾട്ടിപ്പിൾ കിട്ടുന്നതാണ് നല്ലത്. മനസ്സിലായോ? അപ്പോൾ 13π ഏറ്റവും അടുത്ത ആരാണ്, 14π അല്ലേ. റെഡി? അപ്പോൾ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14π / 7 -π/7 അല്ലേ എന്ന് പറഞ്ഞാൽ
അടിതാട്ട 2π മൈനസ് പൈ ബൈ 7 എന്ന് മാറ്റി എഴുതാം. റെഡിയല്ലേ? അപ്പോൾ മക്കളെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ സൈൻ 13π/7 നമുക്ക് മാറ്റി എഴുതാം. അല്ലെ എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ സൈൻ എന്താ 2π മൈനസ് പൈ ബൈ 7. റെഡിയല്ലേ? എടാ മക്കളെ ശ്രദ്ധിക്കുക, ലിസൺ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ലിസൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം അല്ലേ വാട്ട് ഇസ് ദാറ്റ് സൈൻ 2π മൈനസ് പൈ ബൈ 7 അതെന്താണെന്ന് അറിയണം അല്ലേ. വാട്ട് ഇസ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ സൈൻ 2π മൈനസ് പൈ ബൈ 7 അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ വരച്ച് നോക്കണം അല്ലേ. ആരെ വരച്ച് നോക്കണം? നമ്മളിതൊക്കെ വരച്ച് നോക്കണം അല്ലേ. 2π എവിടെയാണ് മക്കളെ കിടക്കുക? 2π ഇവിടെയാണ് കിടക്കുക അല്ലേ. അപ്പോൾ 2π മൈനസ് എന്ന് പറയുമ്പോൾ ഏതാണ് ക്വാഡ്രന്റ്? നമുക്കറിയാം അത് ഏതാ ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അല്ലേ. ഫോർത്ത് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ നമുക്ക് അതിന് വ്യക്തമായ ഉത്തരവുണ്ട് അല്ലേ. സൈൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π മൈനസ് പൈ ബൈ 7 എന്ന് പറയുമ്പോൾ ഇത് സിമ്പിളി എന്നാണ് മൈനസ് സൈൻ പൈ ബൈ 7. മനസ്സിലായോ? റെഡിയാണോ? ആ ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഈ ആംഗിൾ കിടക്കുന്നത്. അപ്പോൾ ആ ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമ്മളവിടെ നെഗറ്റീവ് എന്ന് കൊടുക്കും. മനസ്സിലായോ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് സൈൻ പൈ ബൈ 7 എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 7. മനസ്സിലായോ? റെഡി അല്ലേ? ഇനി മക്കളെ എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 7 അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? പൈ ബൈ 7 എന്ന് കൊടുക്കാം അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് പൈ ബൈ 7 അല്ലെ ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 ടു എന്താണ്? പൈ ബൈ 2. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/5 അല്ലേ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, 3π/5 അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ 3 × 180 ഡിവൈഡ് ബൈ 5 അല്ലേ എന്ന് പറഞ്ഞാൽ അല്ലേ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 36 അല്ലേ. 3 36 100 സംതിങ് കിട്ടും. റെഡി അല്ലേ? അഥവാ അത് π/2 അഥവാ 90 എന്താണ്? പുറത്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, 90 പുറത്ത് അല്ലേ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടി വരും അത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താക്കാൻ വരാം? ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ ടാൻ 3π/5 അല്ലേ എന്ന് പറഞ്ഞ സാധനം ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താ മക്കളെ? 3π/5 അല്ലേ. എന്തുകൊണ്ടാണ്? 3π/5 അല്ലേ ബിലോങ്സ് ടു അല്ലേ ടാനിൻ്റെ എന്തായിരുന്നു? മൈനസ് π/2 അല്ലേ. ഓപ്പൺ ഇൻറ്റർവൽ മൈനസ് π/2 ടു π/2. മനസ്സിലായോ? അപ്പോൾ 3π/5 എന്ന് പറയുമ്പോൾ ഈ π/2 എന്താണ് മക്കളെ? പുറത്താണ് അല്ലേ. കാരണം ഇവിടെയാണ് മൈനസ് π/2 വരിക, ഇവിടെയാണ് π/2 വരിക അല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്താ 3π/5 വരിക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ എന്താക്കുക? ഇവനെ എന്ത് ചെയ്യാം മക്കളെ? മാറ്റണം. ഓക്കെ അല്ലേ. എങ്ങനെ മാറ്റണം? ഈ പറഞ്ഞ പോലെ 3π/5 നമ്മൾ മാറ്റണം അല്ലേ. എടാ മക്കളെ എങ്ങനെയാണ് മാറ്റാം? 3π ഞാൻ മാറ്റാണ്. എങ്ങനെയാണ്? 5π അല്ലേ മൈനസ് 2π എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം മക്കളെ? ഇതിനെ മാറ്റണം അല്ലേ. അഥവാ 3ൻ്റെ ഏറ്റവും അടുത്തുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്? അത് 5. ആ ടേമിലേക്ക് ഞാൻ മാറ്റി. റെഡി അല്ലേ? അവ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ 5π/5 മൈനസ് 2π/5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൈ മൈനസ് 2π/5 എന്ന് കിട്ടി. എടാ മനസ്സിലായോ? ഇതാണ് 3π/5 ഞാൻ മാറ്റി എഴുതിയത്. എടാ മനസ്സിലായോ? റെഡി അല്ലേ? എടാ മക്കളെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് നോക്കണേ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്തായിരിക്കും പറഞ്ഞാട്ടെ? ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ ടാൻ. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്താ? പൈ മൈനസ് 2π ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറി മക്കളെ? കമോൺ പറയും. വാട്ട് ഇസ് ദാറ്റ്? ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ. എടാ മക്കളെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ എന്താ വരിക പറഞ്ഞിട്ട്? ടാൻ പൈ മൈനസ് 2π/5 അല്ലേ. പൈ മൈനസ് അല്ലേ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റാണ് വരിക മക്കളെ? ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻ്റ് ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വി നോ ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ പൈ മൈനസ് 2π/5 എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് ടാൻ 2π/5 എന്ന് വരും അല്ലേ മക്കളെ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അല്ലേ നമ്മൾ അതിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. പഠിച്ചാട്ടെ ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വാട്ട്? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 2π/5 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2π/5 അല്ലേ.
അപ്പോൾ നൗ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറഞ്ഞിട്ട് ഇതിന് 2π/5 എന്ന് എഴുതാം അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് 2π/5 ബിലോങ്സ് ടു എന്താണ് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 അല്ലേ. കാരണം 2π/5 എന്ന് പറയുമ്പോൾ 2 × π/5 ആണ്. π/5 നമുക്ക് 36 ഡിഗ്രിയാണ്. അപ്പോൾ 2 × 36 എന്ന് പറയുമ്പോൾ 72 ആണ്. അത് -π/2 നും π/2 ഇടയിലാണ് എന്താക്കുന്നത് കിടക്കുന്നത്. ശരിയല്ലേ മക്കളെ? ഇതേപോലെ ഇവിടെ -π/2 അല്ലെ, ഇവിടെ +π/2 ആണെങ്കിൽ അല്ലെ ഇവിടെ ആയിരിക്കും ആര് കിടക്കുക മക്കളെ? ഈ പറഞ്ഞ 2π/5 കിടക്കുക. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ് ഉണ്ടോ? യെസ്, -2π/5. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി മക്കൾ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എന്താ ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് -7π/3. സി നമുക്ക് -7π/3 ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് x ആണ്. ശരിയല്ലേ? അപ്പോൾ കോസ് ഓഫ് -7π/3 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? കോസ് ഓഫ് -7π/3 എന്ന് പറയുമ്പോൾ എന്താണ്? അത് കോസ് 7π/3 ആണ് മക്കളെ. റെഡിയല്ലേ? അങ്ങനെ എഴുതാം. ഇനി ദിസ് ഇസ് ഈക്വൽ ടു 7π/3 ആണോ, ഈക്വൽ ടു ആണോ, അല്ല നോട്ട് ഈക്വൽ ടു ആണോ എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ് നമ്മൾ അറിയണം അല്ലേ. നമുക്കറിയാം എന്താണ് 0 to π ആണ്. റെഡിയല്ലേ? 0 to π ആണ് അല്ലേ. അപ്പോൾ ഈ 0ൻ്റെയും πൻ്റെയും ഇടയിലാണോ ഈ 7π/3 കിടക്കുക നമ്മൾ നോക്കണം. നമുക്കറിയാം π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 7 × π/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 420 ഡിഗ്രിയും. ശരിയല്ലേ? അപ്പോൾ ഇത് 0 അല്ലേ, π അല്ലേ, അവർ 180 അല്ലേ. അപ്പോൾ 7π/3 എന്ന് പറയുമ്പോൾ ഏകദേശം 420 ഡിഗ്രി അല്ലേ. ഇതിനൊക്കെ എന്താ മക്കളെ? പുറത്താണ് വരിക. മനസ്സിലായോ? 7π/3 ഇവിടെയാണ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത് നോട്ട് ഈക്വൽ ടു എന്താണ്? 7π/3 ആണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ്? സിൻസ് അല്ലേ എന്താ ദിസ് 7π/3 നോട്ട് ബിലോങ്സ് ടു എന്താണ് ഓപ്പൺ 0,π സോറി ക്ലോസ് 0,π അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം? നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്താക്കാം, നമുക്ക് മാറ്റാം അല്ലേ. എങ്ങനെ മക്കളെ? 7π/3 മാറ്റാം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ എങ്ങനെ മാറ്റാം. എടാ 7ൻ്റെ ഏറ്റവും അടുത്തുള്ള 3ൻ്റെ മൾട്ടിപ്പിളറാണ് 6 ആണ് അല്ലേ. അപ്പോൾ 7π ഞാൻ എന്ത് ചെയ്യാണ്? 6π + π എന്ന് എഴുതുകയാണ് അല്ലേ, /3 അല്ലേ. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6π/3 പ്ലസ് എന്ത് വരും മക്കളെ? π/3 എന്ന് വരും അല്ലേ. അഥവാ 2π + π/3 എന്ന് വരും. എടാ ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ 7π/3 എന്താക്കി മാറ്റി. 7π/3 ഈസ് ഈക്വൽ ടു എന്താണ്? 2π + π/3. ഓർ ഡയറക്റ്റ് നമുക്കത് എഴുതാൻ വേണ്ടി പറ്റുന്ന ആളാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി എന്താക്കിയാണ് മക്കളെ സ്റ്റെപ്പ് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറി മക്കളെ? നമ്മുടെ ചോദ്യം എന്താണ്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/3 ആണ് അല്ലേടാ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/3 ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കിയിട്ട് മാറ്റി മക്കളെ? കോസ് ഇൻവേഴ്സ് ഓഫ് അല്ലേ കോസ്. ഓക്കെ, ഈ 7π/3 ഞാൻ മാറ്റി എഴുതി. എങ്ങനെയാണ്? 2π + π/3 എന്ന് പറഞ്ഞിട്ട് അവനെ എന്താക്കി നമ്മൾ മാറ്റി എഴുതി അല്ലേ. എടാ മക്കളെ എന്താണ് കോസ് 2π + π/3? നമുക്കറിയാം ഇതാണ് 2π അല്ലേ. അപ്പോൾ 2π + π/3 എന്ന് പറയുമ്പോൾ ഏതാ ക്വാഡ്രൻ്റ് വരിക? ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ വരിക? അതെ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും മക്കളെ? യെസ്, ഇറ്റ് ഈസ് വാട്ട്? യെസ്, കോസ് ഇൻവേഴ്സ് ഓഫ് അല്ലേ. വാട്ട് ഈസ് കോസ് 2π + π/3? വി നോ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? കോസ് π/3 അല്ലേ. നൗ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π/3 നമുക്ക് എന്ത് എഴുതാം? π/3 എന്ന് എഴുതാം അല്ലേ. കാരണം ദിസ് π/3 ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് 0,π അല്ലേ. 0ൻ്റെയും 150ൻ്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഇവൻ കിടക്കുന്നത്. ചങ്ങൻ്റെ പേര് π/3 അഥവാ 60 ഡിഗ്രി കിടക്കുന്നത്. മനസ്സിലായോ? സോ ഇതിൻ്റെ ഉത്തരം എന്ത് കിട്ടി? നമുക്ക് π/3 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 33π/5 അല്ലേ. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യുമല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് ചെറിയ ആംഗിളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാട്ടാം. റെഡി? എടാ മക്കളെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താക്കണം? ഈ 33π/5 നേരത്തെ പോലെ സിംപ്ലിഫൈ ആണ് അല്ലേ. എടാ 33ൻ്റെ അടുത്തുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതാണ് 35 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 35π - എന്താണ് 2π എന്ന് വരും അല്ലേ, /5. അപ്പോൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7π - 2π/5 എന്ന് വരും. മനസ്സിലായോ? ഓക്കെ അല്ലേ. അപ്പോൾ ഇവരെന്തായിട്ട് മാറി? സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ കോസ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? യെസ്, 7π - എന്താണ് മക്കളെ? 2π/5 എന്ന് വരും അല്ലേ. എടാ മക്കളെ എന്താണ് 7π - 2π/5? 7π എവിടെ വരിക? ഇത്രയും പഠിച്ചു വെച്ചോ. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലേ. അഥവാ π, 3π, 5π, 7π ഒക്കെ ഇവിടെ വരിക. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലേ. 2π, 4π, 6π, 8π ഒക്കെ എവിടെ വരിക? ഇവിടെ വരിക. മനസ്സിലായോ? റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ 7π. അപ്പോൾ 7π - 2π/5 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റ് വരും പറഞ്ഞിട്ട്? സെക്കൻഡ് ക്വാഡ്രൻ്റ് വരും.
സെക്കൻഡ് ക്വാഡ്രൻറ്റ് കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കറിയാം എന്താണ് കോസ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും മക്കളെ? മൈനസ് കോസ് 2π/5 എന്ന് വരും. മനസ്സിലായോ? അത്രയുമായി അല്ലേ. ഇനിയോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരണം അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്കറിയാമെന്നാണ് മൈനസ് സൈൻ ഇൻവേഴ്സ് x ആണ് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് 2π/5 എന്ന് പറയുമ്പോഴാണ് മക്കളെ എന്ത് വരും പറഞ്ഞുകൊണ്ട് പറ? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2π/5 എന്ന് വരും. മനസ്സിലായോ? പക്ഷേ നമ്മുടെ ട്രാപ്പ് ഇനിയും എന്തായിട്ടില്ല മക്കളെ, മാറിയിട്ടില്ല അല്ലേ. എന്താണ് എഗെയിൻ അത് തന്നെയാണ്. നോക്കിയാൽ മക്കളെ, മൈനസ് അല്ലേ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്താ കോസ് 2π/5. അയ്യോ റെഡി. എടാ മക്കളെ, ഇവിടെ സൈൻ ഇൻവേഴ്സ്, ഇവിടെ കോസ്, നമ്മൾ എന്ത് ചെയ്യുമല്ലേ? ഇവിടെ സൈൻ ഇൻവേഴ്സും ഇവിടെ സൈനും ആണെങ്കിൽ ഒരു വിറ്റ് ഉണ്ടായാലേ. പക്ഷേ അങ്ങനെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പഠിച്ച പഴയ കാര്യം ഒരിക്കൽ അല്ലേ. അഥവാ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താക്കാം? സൈൻ 90 - തീറ്റ അല്ലെങ്കിൽ സൈൻ π/2 - തീറ്റ എന്ന് കൊടുക്കാം അല്ലേ. കോസ് തീറ്റ ഈസ് സംതിങ് ബട്ട് സൈൻ π/2 - തീറ്റ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, മൈനസ് ഓഫ് അല്ലേ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ല ഈ കോസ് 2π/5 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? സൈൻ π/2 മൈനസ് എന്താണ് 2π/5 എന്നെടുത്തൂടെ. എടാ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/2 - തീറ്റ. ഓരോ തിരിച്ചും പഠിക്കാം. സൈൻ π/2 - തീറ്റ കോസ് തീറ്റ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ π/2 - 2π/5 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? കോസ് 2π/5 അല്ലേ അല്ലേ. ഓർ എൽസ് എന്താണ്? യെസ്, കോസ് 2π/5 ഞാൻ സൈൻ π/2 - 2π/5 എന്നുകൊണ്ട് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് ഓക്കെ അല്ലേ. ശ്രദ്ധിക്കാം സൈൻ ഇൻവേഴ്സ് അല്ലേ. വാട്ട് ഇസ് ദാറ്റ്? π/2 - 2π/5 അല്ലേ എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? യെസ് 5π - 4π അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ അല്ലേ ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ശരിയല്ലേ? 5π - 4π ഡിവൈഡ് ബൈ 2 ഓക്കെ 10 റെഡി അല്ലേ. എടാ മക്കളെ, വാട്ട് ഈസ് ദാറ്റ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 അല്ലേ. നമുക്കറിയാം എന്താണ് അത്? വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ മൈനസ് ഓൾറെഡി ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? π/10 അല്ലേ. കാരണം ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 നമുക്ക് എന്താ? സൈൻ π/10 നമുക്ക് π/10 എന്ന് പറയാം അല്ലേ. എന്തുകൊണ്ടാണ്? സിൻസ് ദിസ് π/10 ബിലോങ്സ് ടു എന്താണ്? മൈനസ് π/2ൻ്റെയും π/2ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്? നമുക്കറിയാം മൈനസ് π/2 അതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് അല്ലേ. റെഡി, സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/4 അല്ലേ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/4 ഓക്കെ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എന്താക്കുക ചെയ്യാം. നമുക്ക് ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/4 നമുക്ക് അച്ചട്ടായിട്ട് പറയാം. അതെന്തല്ല മക്കളെ? 3π/4 അല്ല. കാരണം 3π/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 135 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് മൈനസ് π/2 ടു π/2 അല്ലേ. ഇനി എടാ മക്കളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കാം? മാറ്റി എഴുതാം അല്ലേ. എങ്ങനെയാണ്? π - π/4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാം? മാറ്റി എഴുതാം. റെഡി അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ സൈൻ π - π/4 നമുക്ക് അറിയാൻ എന്താണ്? സൈൻ π/4 ആണ് അല്ലേ. നൗ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/4 നമുക്ക് π/4 എന്ന് എഴുതാം അല്ലേ. എന്തുകൊണ്ടാണ്? സിൻസ് ദിസ് π/4 ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് π/2 ടു എന്താണ്? π/2 ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു എന്താണ്? π/4 ഓക്കെ റെഡി അല്ലേ. ഇനി നൗ മക്കളെ, എന്താണ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/4 എന്ന് പറഞ്ഞാൽ? അതുപോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതും തന്നെയാണ് 3π/4 തന്നെയാണ് അല്ലേ. കാരണം ദിസ് 3π/4 ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0, π അല്ലേ. കാരണം 3π/4 135 അല്ലേ മക്കളെ അല്ലേ. ബിലോങ്സ് ടു ഇത് 0 തന്നെ. പൈ എന്ന് പറയുമ്പോൾ മക്കളെ 180 അല്ലേ അല്ലേ. അതിൻ്റെ ഇടയിലല്ലേ 135 വന്ന് കിടക്കുന്നേ. മനസ്സിലായോ? റെഡി അല്ലേ. അപ്പോൾ ഓക്കെ ഡൺ. അപ്പോൾ അതുമായി ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ നമുക്കറിയാമെന്നാണ് π/4 ആണ്. റെഡി അല്ലേ. റെഡി അല്ലേ. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ നമുക്കറിയാമെന്നാണ് π/4 ആണ്. എടാ ക്ലിയർ ആയോ? അതെല്ലാവർക്കും പറയുന്ന കേസാണ്. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/4ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് π/4. റെഡി അല്ലേ. ഇതിൻ്റെ വാല്യൂ കിട്ടിയത് 3π/4 അല്ലേ. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് π/4. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കണേ, π/4 പ്ലസ് π/4 അല്ല ഫുള്ള് നോക്കാം അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണ്. പിന്നെ ന്യൂമറേറ്റർ π പ്ലസ് 3π പ്ലസ് π 5π/4 എന്ന് ഉത്തരമായി. ഡൺ. ഓക്കെ, ഇനി മക്കളെ
അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഒന്നുമില്ല, ശ്രദ്ധിക്കുക, ഡൊമെയിൻ ഓഫ് എന്താ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ. അതായത് ശ്രദ്ധിക്കുക, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡൊമെയിൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത പഠിക്കേണ്ടത്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ആദ്യം സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും കേസ് എടുക്കാം അല്ലേ. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, y is equal to സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ ആണെങ്കിൽ, ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അല്ലേ, നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം പറഞ്ഞിട്ട്, എക്സ് ബിലോങ്സ് ടു -1,1 അല്ലേ. അഥവാ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1,1 ആണ്. അതേപോലെ കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, -1,1 അല്ലേ. അഥവാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ വരാൻ വേണ്ടി പറ്റുള്ളൂ, -1 മുതൽ 1 വരെയുള്ള സമയം വരാൻ വേണ്ടി പറ്റുള്ളൂ. സൈൻ ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, അല്ല ഒരു മെഷീൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ മെഷീനും ഇൻപുട്ടിന് എന്തുണ്ട് മക്കളെ, ഓരോ കണക്കുണ്ട്. ജ്യൂസ് മെഷീനിൽ പോയിട്ട് നമുക്ക് അരി പൊടിക്കാൻ വേണ്ടി പറ്റുമോ? ആവട്ടെ. കരിങ്കല്ല് പൊടിക്കാൻ വേണ്ടി പറ്റില്ല. എടാ പറഞ്ഞ മനസ്സിലല്ലേ. അപ്പോൾ വാട്ടവർ ജ്യൂസ് മെഷീൻ അവിടെ എന്തായിരിക്കണം, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇൻപുട്ട് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തേ വരാൻ വേണ്ടി പറ്റുള്ളൂ, -1 to 1 വരാൻ വേണ്ടി. അതാണ് ലോജിക്. അപ്പം ശ്രദ്ധിക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് ഒരു പി ഓഫ് എക്സ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് ചക്ക അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് മാങ്ങ അല്ലേ വന്നു കഴിഞ്ഞാൽ ആ പി ഓഫ് എക്സ് എന്തേ വരാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ, -1ൻ്റെയും 1ൻ്റെയും ഇടയിലേ വരാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ വാട്ടവർ സൈൻ ഇൻവേഴ്സിനുള്ളിൽ അവൻ -1ൻ്റെയും 1ൻ്റെയും ഇടയിലേ വരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതേപോലെയാണ് മക്കളെ y is equal to കോസ് ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് പി ഓഫ് എക്സ് എന്തായിരിക്കണം മക്കളെ, അത് -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ എന്താക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. റെഡിയല്ലേ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് നമുക്ക് തന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കുക, ഇനിക്വാലിറ്റി ചെയ്താൽ അല്ലേ. അതായത് പി ഓഫ് എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ്, -1 to 1 അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പി ഓഫ് എക്സിൻ്റെ വാല്യൂ അല്ല നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എത്ര എവിടെ കിടക്കുന്നു അല്ലേ, അതാണ് നമുക്ക് എന്ത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? റെഡിയല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇനിക്വാലിറ്റി സോൾവ് ചെയ്ത് എക്സ് എവിടെ മുതൽ വരെ കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഡൊമൈനായി അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, എന്നാലും നമുക്ക് കൂടുതലായി എന്താവുള്ളൂ മനസ്സിലാവുള്ളൂ. ആദ്യം ഈ പ്രോബ്ലം ചെയ്യും. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എന്താണ് ദ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് x+1 അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് x+1ൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചങ്ങാതി അല്ലെ, ഇതിനുള്ളിലുള്ള ചങ്ങാതി എന്തായിരിക്കണം മക്കളെ, യെസ് ഓക്കെ അല്ലേ, അവിടെ പി അല്ലേ അവരെന്തായിരിക്കണം -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ. അതാണ് ബേസിക് ലോജിക്. വാട്ടവർ സൈൻ ഇൻവേഴ്സ് ആണ്, ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒലക്കയോ വരലോ എന്ത് വന്നായിക്കോട്ടെ അവനുള്ളിൽ -1 മുതൽ 1ൻ്റെ ഇടയ്ക്കേ പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ x+1 വന്നു കഴിഞ്ഞാൽ ഈ x+1ൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലേക്കേ പെട്ടുള്ളൂ. മനസ്സിലായോ? പക്ഷേ നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എത്ര വരെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഡബിൾ ഇനിക്വാലിറ്റിയാണ്, അത് നമ്മൾ സോൾവ് ചെയ്യണം അല്ലേ. എങ്ങനെ സോൾവ് ചെയ്യാം, ഇവിടെ x+1 അല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ 3 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു -1 കൊടുക്കണം. അപ്പോൾ -2 അല്ലേ. വടുത്ത എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇനിക്വാലിറ്റി പഠിച്ചിട്ടില്ലേ, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ലേ, +1 പഠിച്ചിട്ടില്ലേ. അതിൽ നമ്മൾ എന്താ ചെയ്യുക അല്ലേ, ഈ +1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് -1 അല്ലേ, സിംഗിൾ ഇനിക്വാലിറ്റി ആണെങ്കിൽ അല്ലെ x+1 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 1 അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുക, ഒരു -1 അപ്പുറം ഇപ്പുറം കൊടുക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡബിൾ ഇനിക്വാലിറ്റി ആകുന്ന സമയത്ത് ഈ പറഞ്ഞ രണ്ട് സൈഡിലും എന്ത് കൊടുക്കണം, -1 കൊടുക്കണം. ഓക്കെ അല്ലേ. സോ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എന്താണ്, -2,0 എന്ന് വരും. മക്കളെ അടുത്തൊരു ചോദ്യമാണ് ഇതേപോലത്തെ, ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് 2x - 1. ഇതേപോലെയാണ് എന്താണ്, ദിസ് 2x - 1 അല്ലേ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ എന്താ -1 and 1. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 3 സൈഡിൽ ആദ്യം എന്താക്കണം, നമ്മൾ +1 കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ -1 അല്ലെ +1 അല്ലേ, ഇവിടെ എന്താണ് 1 + 1 ഇത് പോയി. അപ്പോൾ -1 + 1 എന്ന് പറയുമ്പോൾ എന്താണ് 0 ആണ് അല്ലേ, ഇവിടെ 2x ആണ് അല്ലേ, പിന്നെ എന്താണ് ഇവിടെ 2 ആണ് അല്ലേ. നമുക്ക് എക്സ് ഇവിടെ കിടക്കുന്നു എന്ന് പറയണ്ടേ അല്ലേ. അപ്പോൾ എക്സിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, സോൾവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി അടുത്ത ഇവിടെ 2x ഉണ്ട്. അപ്പോൾ 2xനെ 2 കളയണം. അപ്പോൾ അതിനുവേണ്ടി 3 സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0,1 അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളെ കടന്നിരിക്കുന്നത് അടുത്തത് എന്താണ് മക്കളെ, സീക്ക് ഇൻവേഴ്സിൻ്റെ കേസാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. നമുക്കറിയാം സീക്ക് ഇൻവേഴ്സ് എക്സ് ആയിക്കോട്ടെ അല്ലേ, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയിക്കോട്ടെ അല്ലേ, അതിൽ എക്സ് ബിലോങ്സ് ടു എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് ബിലോങ്സ് ടു എന്തായിരുന്നു, യെസ് -1 ടു അല്ലേ, സോറി -∞ ടു -1 അല്ലേ, യൂണിയൻ 1 to ∞. അതാണ് അതിൻ്റെ ഡൊമൈൻ.
അറിയാലേ. ഇതിന് ഇന്നിക്വാലിറ്റിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്താണ് 1 അല്ലേ. അതല്ലേ ഇതിൻ്റെ മീനിങ്. -∞ to -1 എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1 അല്ലേ അല്ലേ. യൂണിയൻ എന്ന് പറയുമ്പോൾ ഓവർ അല്ലേ. അപ്പോൾ 1 to ∞ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്താണ് 1. എടാ മനസ്സിലായോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് വന്നു കഴിഞ്ഞാലും കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇതേപോലെയാണ്. എന്താണ്? ആദ്യം പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1 അല്ലേ. അതേപോലെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 1 ഇന്നിക്വാലിറ്റി എഴുതുക. ഇത് സോൾവ് ചെയ്യുക. മനസ്സിലായോ. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സംതിങ്ങും അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സംതിങ്ങും കിട്ടും. മനസ്സിലായല്ലോ. അത് നമ്മൾ എന്താക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആയി. റെഡി. ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആദ്യം അസേഷൻ നോക്കാം. ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2x ഈസ്. ഓക്കെ. എടാ മക്കളെ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2xൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2x വന്നത്. നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തായിരുന്നു? ആദ്യം രണ്ട് കേസ് അല്ലേ. ഒന്ന് 2x ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1 മറ്റേതാണ് 2x ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക അല്ലേ. ഓർ രണ്ട് ഇനിക്വാലിറ്റിയും സോൾവ് ചെയ്യുക. അവസാനം നമ്മൾ യൂണിയൻ ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1/2 അല്ലേ. ഓക്കെ. ഇതെന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്താണ് 1/2. മനസ്സിലായോ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു -1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എന്താണ്? എക്സ് ബിലോങ്സ് ടു -∞ to -1/2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓർ അല്ലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ 1/2 ടു എന്താണ് +∞ ആണ് അല്ലേ. നമുക്കറിയാം ഓർ വരുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? യൂണിയൻ ആണ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്തായി? എക്സ് ബിലോങ്സ് ടു -∞ to -1/2 യൂണിയൻ എന്താണ്? 1/2 to ∞ അല്ലേ. അപ്പോൾ അതായത് ഇവിടെ അസേഷൻ എന്താണ്? ഇത് കറക്റ്റ് ആണ്. റീസൺ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ അത് എന്തല്ല? -π/4 അല്ല അല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? π മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ആണ് അല്ലേ. അഥവാ മക്കളെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ π മൈനസ് സീക്ക് ഇൻവേഴ്സ് x അല്ലേ. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 അല്ലേ. അപ്പോൾ നമുക്ക് π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ എന്താ? π/4 ആണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതിനെന്താക്കുക? കോസ് ഇൻവേഴ്സ് 1/2 ആക്കുക അല്ലേ. നമുക്ക് അറിയുന്ന ടോപ്പിലേക്ക് മാറ്റുമോ? സീക്ക് ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി അതിനുള്ളിലുള്ള ചങ്ങാതിയുടെ റെസിപ്രോക്കൽ നമ്മൾ എത്താൻ മതി അല്ലേ. സോ നമുക്ക് എന്താ ചെയ്താൽ π മൈനസ് അല്ലേ കോസ് ഇൻവേഴ്സ് 1/2 നമുക്കറിയാം എന്താണ്? π/4 അല്ലേ. എന്താ മക്കളെ π മൈനസ് π/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് സിമ്പിളി എന്നാണ്. 3π/4 ആണ് വരിക അല്ലേ. പക്ഷേ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ റീസൺ എന്താണ്? റോങ് ആണ്. അസേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? എ ഈസ് ട്രൂ ബട്ട് ഓർ ഈസ് ഫോൾസ്. ഓക്കെ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ. ഇനി മകളാടുന്നത് അടുത്ത ചോദ്യം വന്ന ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 2 sin ഇൻവേഴ്സ് എക്സ് പ്ലസ് 3π/2 അല്ലേ. വേർ എക്സ് ബിലോങ്സ് ടു -1,1 ഈസ് ഇവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് ശരിയാണെന്ന് നോക്കണം അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ. എന്താണ്? യെസ് 2 sin ഇൻവേഴ്സ് എക്സ് പ്ലസ് 3π/2 എന്ന് പറഞ്ഞ ചങ്ങാതിയുടെ റേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന സാധനത്തിൻ്റെ റേഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാം എന്താണ്? അത് -π/2 to π/2 ആണ് അല്ലേ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാം മക്കളെ -π/2 to π/2 ആണ് അല്ലേ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതായത് മക്കളെ നോക്കാം. ദി സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ബിലോങ്സ് ടു എന്താണ്? -π/2 to എന്താണ്? π/2 അല്ലേ. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? ഇവിടത്തേക്ക് എത്തിക്കണം. ക്ലിയർ ആയ. അപ്പോൾ നമുക്ക് ഈ ചങ്ങാതിയുടെ റേഞ്ച് കിട്ടും. റെഡി അല്ലേ. അപ്പോൾ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യം ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് 2 വരണം അല്ലേ. അപ്പോൾ 2 വരണമെങ്കിൽ നമ്മൾ എന്താക്കണം? 3 സൈഡിലും എന്ത് ചെയ്യണം മക്കളെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി അല്ലേ. സോ നമുക്ക് ഇവിടെ എന്തായിട്ട് പറയാം? -π അല്ലേ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 2 sin ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്ത് വരും പറഞ്ഞിട്ട്? π എന്ന് വരും. എടാ ക്ലിയർ ആയോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതേപോലെ തന്നെ ഈ ഒരു +3π/2 വേണം അല്ല. അപ്പോൾ നമ്മൾ 3 സൈഡിലും എന്ത് കൊടുക്കണം മക്കളെ? ഒരു +3π/2 കൊടുക്കണം അല്ലേ. 3 വശത്തും ഞാൻ എന്താക്കി? ഒരു +3π/2 കൊടുത്തു. റെഡി അല്ലേ. വാട്ട് ഈസ് -π + 3π/2 എന്താണ്? സിംപിളി എന്താണ്? ഇറ്റ് ഈസ് സിംപിളി മൈനസ് ഓക്കെ ഈസ് എന്താണ്? π/2 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 2 sin ഇൻവേഴ്സ് എക്സ് പ്ലസ് എന്താണ്? 3π/2 അല്ലേ. ഇതെന്താ സാധനം മക്കളെ? ഇത് 5π/2 അല്ലേ. അപ്പോൾ ഇവൻ്റെ റേഞ്ച് അല്ലേ അഥവാ 2 sin റേഞ്ച് ഓഫ് ഓക്കെ വാട്ട് ഈസ് ദാറ്റ്? എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ 2 sin ഇൻവേഴ്സ് എക്സ് പ്ലസ് 3π/2 ആണ്. അത് നമുക്ക് കിട്ടിയ എന്താണ്?
π/2 to 5π/2 അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ എ അല്ലേ, അതായത് അസേഷൻ എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, ദ റേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ക്ലോസ് 0,π. അത് തെറ്റാണ് അല്ലേ, കാരണം നമുക്കറിയാം അതിൻ്റെ റേഞ്ച് എന്താണ്, -π/2 to π/2 ആണ്. അപ്പോൾ റീസൺ എന്താണ്, റോങ് ആണ്. എടാ ക്ലിയർ ആയോ? അപ്പോൾ അസേഷൻ കറക്റ്റ് ആണ് അല്ലേ, റീസൺ എന്താണ്, ഫോൾസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? റെഡി അല്ലേ? സി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് π². ശരിയാണോ? ശരിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് π². ശരിയാണോ? നമുക്ക് നോക്കാം. എടാ നമുക്കറിയാം മാക്സിമം വാല്യൂ അല്ലേ, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതെന്താണ്, 0 to π ആണ് അല്ലേ. റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, 0 to π ആണ് അല്ലേ. എടാ അതായത് അതിൻ്റെ മാക്സിമം വാല്യൂ π ആണ്, മിനിമം വാല്യൂ 0 ആണ് അല്ലേ. സോ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമുക്കറിയാം എന്താണ്, π ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും മക്കളെ, അത് π² ആയിരിക്കും. സിമ്പിളാണ് അല്ലേ. അപ്പോൾ അസേഷൻ കറക്റ്റ് ആണ്. റേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് -π/2 π/2 അതെന്താണ്, റോങ് ആണ് അല്ലേ. കാരണം ഇതിൻ്റെ നമുക്ക് പറഞ്ഞുള്ള എന്താണ്, ഈ 0 to π ആണ് അല്ലേ. അപ്പോൾ എ ഈസ് ട്രൂ ഓർ ഇസ് ഫോൾസ്, അതാണ് അതിൻ്റെയും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം മക്കളെ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? സി, നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കട്ടെ. നമുക്ക് ചെയ്യേണ്ടത് സൈൻ ഓഫ് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ മക്കളെ. അപ്പോൾ ഇവിടെ സൈൻ ഓഫ്, ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിലല്ല, നമ്മൾ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കുക. അപ്പോൾ അടുത്ത പ്രൊസീജിയർ നമ്മൾ പഠിക്കുക. ഓക്കെ, അതായത് നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് എടുത്തു, എന്നിട്ട് തീറ്റയ്ക്ക് പകരം ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടാൻ തീറ്റ അല്ലേ, ടാൻ ഇൻവേഴ്സ് കൊണ്ടുവന്ന ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x/1 എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ടാൻ തീറ്റൻ്റെ എക്സ്പ്രഷൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്താണ് മക്കളെ, അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ. റെഡിയല്ലേ? ആയിക്കോട്ടെ, റെഡിയല്ലേ. ഇനി മക്കളെ പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. √1² + x² അല്ലേ, എന്താണ് √1 + x² എന്നാവും. എടാ റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈത്തഗോറസ് അത് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ ഞാൻ എന്താക്കാം, സൈൻ തീറ്റ കണ്ടുപിടിക്കണം അല്ലേ. എന്താ മക്കളെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, x/1 + x² അല്ലേ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവനെയല്ലേ മാറ്റേണ്ടത്. അപ്പോൾ ആ ടാൻ ഇൻവേഴ്സ് എക്സ് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ എന്നിട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ x/1 എന്നായി. എന്നിട്ടൊരു ട്രയാങ്കിൾ വരച്ച് ഇവിടെ തീറ്റ മാർക്ക് ചെയ്തു, ഈ ഡെഫിനിഷനൊക്കെ കൊടുത്തു, x/1 എന്നാക്കി. റെഡിയല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാം അല്ലേ. എന്താ സൈൻ തീറ്റ, x/1 + x² എന്നായി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് x/1 + x² അല്ലേ. എന്താ തീറ്റ എന്ന് പറഞ്ഞാൽ, തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് മാറ്റാം അല്ലേ. എങ്ങനെയാണ് മക്കളെ, സൈൻ ഇൻവേഴ്സ് ഓഫ് x/1 + x². മനസ്സിലായോ? അപ്പോൾ ഇവിടെയുള്ള ഈ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഞാൻ ഈ പറഞ്ഞ ടാൻ ഇൻവേഴ്സ് എക്സിനെ മാറ്റി, എങ്ങനെ മാറ്റി, സൈൻ ഇൻവേഴ്സ് ഓഫ് x/1 + x². അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഒക്കെ പോയി അവസാനം നമുക്ക് ആര് ബാക്കിയായി, x/1 + x² എന്ന് പറഞ്ഞിട്ട് മാറ്റി. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ നമ്മളെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതേപോലെ ടാൻ ഇൻവേഴ്സ് നമുക്ക് വേറെ ഏതിലേക്ക് മാറ്റാം, നമുക്ക് കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക, കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റുമ്പോൾ പറഞ്ഞാൽ കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√1 + x² എന്ന് വരും. മനസ്സിലായോ? സോ ഓപ്ഷൻ ഡി ആണ് ഈ കേസിൽ, അതാണ് ഉത്തരം. നെക്സ്റ്റ്, ഇഫ് x is equal to sin inverse of 3/5 then which of the following is true അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നിട്ട് ബാക്കി ഏതൊക്കെയോ വാല്യൂസ് അല്ലേ, കോസ് ഇൻവേഴ്സിൻ്റെ, കൊസീക് ഇൻവേഴ്സിൻ്റെ, കോട്ട് ഇൻവേഴ്സിൻ്റെ, ടാൻ ഇൻവേഴ്സ് ടൈമിലൊക്കെ നമുക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് സംഭവം ട്രൂ എന്ന് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എടാ മക്കളെ, x is equal to നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സൈൻ x is equal to നമുക്കറിയാം എന്താണ് 3/5 അല്ലേ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ് അല്ലേ. എങ്ങനെയാണ്, ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. നമുക്കറിയാം എന്താ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. എടാ ശരിയല്ലേ? എങ്ങനെയാണ്, സപ്പോസ് ദിസ് ഈസ് AB ആണെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം പ്രകാരം അവിടെ എന്ത് കിട്ടും മക്കളെ, 4 എന്ന് കിട്ടും. ഞാൻ കാണിച്ചേണ്ട ആവശ്യമുണ്ടോ?
റെഡിയല്ലേ 4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഓരോന്നിനും നമുക്ക് എന്താക്കാം മാറ്റാം അല്ലേ. സൈൻ എക്സ് ഇസ് ഇക്വൽ 3/5 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടുന്ന് കോസ് എക്സ് ഇസ് ഇക്വൽ ടു എന്തായിരിക്കും ഞാൻ പറഞ്ഞോട്ടെ കോസ് എക്സ് അല്ലേ. കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അഡ്ജസെൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5 അല്ലേ. അപ്പോൾ അഥവാ എക്സ് ഇസ് ഇക്വൽ ടു നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് കിട്ടും അല്ലേ. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എക്സ് ഇസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 5/3 ആണ്. അത് തെറ്റി റെഡിയല്ലേ. ഇനി നമുക്കെന്നാൽ ടാൻ്റെ കേസ് നോക്കാം. അവരാണ് പ്രതീക്ഷ. നമുക്ക് ടാൻ എക്സ് ഇസ് ഇക്വൽ ടു നമുക്കറിയാം അല്ലേ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. യെസ് റെഡി, ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ ഇനി കോട്ട് ഇൻവേഴ്സിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞിട്ട് വെറുതെയാണ് പറയണേ. കോട്ട് എക്സ് ഇക്വൽ കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ 4/3 അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു എന്താണ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 4/3. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ചെയ്തു പോകാം. റെഡി അല്ലേ. അപ്പോൾ ആ സംഭവങ്ങൾ നമ്മൾ എന്താക്കി പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് വരാനുള്ളത് കുറച്ച് പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. റെഡി അല്ലേ. പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സി ഇവിടെ നോക്കണേ പ്രൂവ് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറിയണമെങ്കിൽ സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ ടാൻ 2 തീറ്റ സൈൻ 3 തീറ്റ കോസ് 3 തീറ്റ ടാൻ 3 തീറ്റ ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കണം അറിഞ്ഞിരിക്കണം. ഓക്കെ. സി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? സി ഞാൻ ആദ്യം എന്ത് ചെയ്യണോ ഇതിൻ്റെ LHS എടുക്കുകയാണ്. ഓക്കെ. നാക്ക് ഞാൻ പറഞ്ഞുതരാം. LHS എടുക്കുകയാണ്. LHS അല്ല RHS എടുക്കുകയാണ്. അപ്പോൾ RHS എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ? വാട്ട് ഇസ് RHS? RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 3x - 4x³ ആണ് അല്ലേ. അതിനെ ഞാൻ മാറ്റുകയാണ് അല്ലേ. എങ്ങനെയാണ്? ഞാൻ എക്സിന് എന്ത് കൊടുക്കുകയാണ് മക്കളെ? സൈൻ തീറ്റ കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി വെച്ചു. റെഡിയല്ലേ. എക്സിന് സൈൻ തീറ്റ കൊടുത്തു. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 4x³ എന്ന് പറയുമ്പോൾ എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ എന്താണ് 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. മനസ്സിലായോ മക്കളെ? എന്താണ് 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സൈൻ 3 തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 3 തീറ്റ കിട്ടുമെന്ന് നോളജിൻ്റെ പുറത്താണ് ഞാൻ ആക്ച്വലി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ആക്ച്വലി അതുകൊണ്ടാണ് കൊടുത്തത്. ഉടായിപ്പത്താണ് ഞാൻ പറഞ്ഞുതരാം. അറിയാലോ. അപ്പോൾ സൈൻ വേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ നമുക്കറിയാം എന്താണ് 3 തീറ്റ അല്ലേ. ആൻഡ് വാട്ട് വാസ് തീറ്റ? തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സൈൻ വേഴ്സ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി 3 സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം അല്ലേ എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു അവർ ഓൺ LHS അല്ലേ. അപ്പം RHSഉം LHSഉം എന്തായി RHS തുടങ്ങി അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു LHS. ഓക്കെ. അപ്പോൾ നമ്മളെന്തായി ഹെൻസ് പ്രൂവ്. അപ്പോൾ ആക്ച്വലി ഈ തോട്ടിൻ്റെ പുറത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ഇതിലുടായ്പ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു സിംപ്ലിഫൈഡ് ഫോം ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫോം ഉണ്ടാവും. റെഡി അല്ലേ. അപ്പോൾ ആ കോംപ്ലിക്കേറ്റഡ് ഫോം നമ്മൾ എടുക്കുക. ഇത് സിംപ്ലിഫൈഡ് ഫോമിൽ ഏതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊടുക്കുക അല്ലേ. ഏതാണ് ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ. അതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ആ സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക തീറ്റ എന്ന് കൊടുക്കുക. മനസ്സിലായോ? സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ തീറ്റ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും എക്സ് അല്ലേ. ഓർ എൽസ് നേരെ തിരിച്ചും പറയാം എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും സൈൻ തീറ്റ. ഓക്കെ അല്ലേ. അതാണ് നമ്മുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അതേപോലത്തെ പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 - x² ഇസ് ഈക്വൽ ടു 2 കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. അവിടെ നോക്കിയാൽ മക്കളെ ഇവിടെ ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റും ഉണ്ട് അല്ലേ. ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റും ഉണ്ട്, ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ആദ്യം ഈ സിംപ്ലിഫൈഡിൽ എന്താണെന്ന് നോക്കാം. എന്താ സിംപ്ലിഫൈഡിൽ കോസ് 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. റെഡി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീറ്റയ്ക്ക് എന്ത് കൊടുത്തു തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായി മക്കളെ കോസ് തീറ്റ എന്നായി. മനസ്സിലായോ? ഈ എക്സ് ഇസ് ഈക്വൽ ടു എന്തായി മക്കളെ കോസ് തീറ്റ എന്നായി അല്ലേ. ഇനി ആ കോംപ്ലിക്കേറ്റഡ് ഫോം ആക്കുക അഥവാ എന്ത് ചെയ്യുക മക്കളെ LHS എടുക്കുക അല്ലേ. എന്താ LHS സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 - x² അല്ലേ. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം കോസ് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2 കോസ് തീറ്റ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 - കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ 2 കോസ് തീറ്റ ഇൻറ്റു അല്ലേ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 1 - കോസ് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് സൈൻ തീറ്റ അല്ലേ. ദെൻ വാട്ട് ഇസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ നമുക്കറിയാം എന്താണ് മക്കളെ ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് സൈൻ 2 തീറ്റയാണ്.
അല്ലെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാലും 2 കോസ് തീറ്റ സൈൻ തീറ്റ ഒക്കെ പറഞ്ഞാലും എന്താണ് സൈൻ 2 തീറ്റ ആണ് അല്ലേ. ദെൻ വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ വിച്ച് ഇസ് സംതിങ് ബട്ട് എന്താണ് 2 തീറ്റ അല്ലേ. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ആൻഡ് വാട്ട് വാസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കളെ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് RHS അല്ലേ. അപ്പോൾ നമ്മൾ LHS എന്ന് തുടങ്ങി അല്ലേ, LHS ഇസ് ഈക്വൽ ടു നമുക്ക് അവസാനം എന്ത് കിട്ടി RHS എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെയും ആ ഉടായ്പിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്തു. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ചിന്തിക്കേണ്ടത് ഇവിടെ 1 - x² വന്നു കഴിഞ്ഞാൽ അത് കോസ് ആവും അല്ല സൈൻ ആവും അല്ലേ. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റയൊക്കെ ഒന്നൊക്കെയാണ് നമ്മൾ എന്താക്കേണ്ടത് ചിന്തിക്കേണ്ടത്. റെഡിയല്ല? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താക്കി മക്കളെ ഉടായ്പിലൂടെ നമ്മൾ എന്താക്കി പിന്നെ പറഞ്ഞു. റെഡിയല്ലേ? ഇനി എടാ മക്കളെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ നോ ഉടായ്പ പോസിബിൾ ആണോ? നെഹി. കാരണം നമുക്ക് RHS ഇല്ല. ഇവിടെ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, എന്തില്ല സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബുദ്ധിപരമായി കളിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പഠിച്ചാൽ മതി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x² വന്നു കഴിഞ്ഞാൽ ഒന്നിക്കൽ നമ്മൾ എന്താക്കുക x = സൈൻ തീറ്റ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ x = കോസ് തീറ്റ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. സ്ക്വയർ റൂട്ട് ഓഫ് 1 + x² ആണെങ്കിലോ x = എന്താണ് ടാൻ തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും കോട്ട തീറ്റ ആയിരിക്കും. ഇനി മക്കളെ സ്ക്വയർ റൂട്ട് ഓഫ് x² - 1 ആണെങ്കിലോ x = സീക്ക് തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പറഞ്ഞാട്ടെ കൊസീക്ക് തീറ്റ ആയിരിക്കും. മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 + x² അല്ലെ, ഞാൻ x = എന്ത് കൊടുക്കുകയാണ് മക്കളെ ടാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, യു വിൽ ഫീൽ ദ ബ്യൂട്ടി ഓഫ് ട്രിഗോണോമെട്രി. റെഡി? സി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതെന്തായി മാറി ഈ ടാൻ അപ്പോൾ തീറ്റ = ടാൻ ഇൻവേഴ്സ് എക്സ്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തായി മാറി ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ വാട്ട് ഈസ് ദാറ്റ് ഈ റൂട്ട് ഓവർ 1 + x² - 1 / x അല്ലേ എന്തായിട്ട് മാറി മക്കളെ? യെസ്, ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ റൂട്ട് ഓവർ 1 + tan² θ - 1 / എന്താണ് ടാൻ തീറ്റ എന്നായിട്ട് മാറി. എന്താ മക്കളെ 1 + tan² θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് sec² θ. ശരിയല്ലേ? അപ്പോൾ എന്താ റൂട്ട് ഓവർ 1 + tan² θ എന്ന് പറഞ്ഞാൽ √sec² θ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താടാ മക്കളെ സീക്ക് തീറ്റ അല്ലേടാ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? കമോൺ പറയും. ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ എന്താണ് സീക്ക് തീറ്റ - 1 / ടാൻ തീറ്റ. മക്കളെ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്നറിയോ, ഈ സീക്ക് തീറ്റനെയും ടാൻ തീറ്റനെയും നമുക്ക് മാറ്റാം അല്ലേ. എങ്ങനെ മാറ്റാടാ? ശ്രദ്ധിക്കുക, നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും തമ്മിൽ മാറ്റാം അല്ലേ. അപ്പോൾ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 / cos θ അല്ലേ -1 / ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ സൈൻ തീറ്റ / cos θ എന്നായി. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ വാട്ട് ഇസ് ദാറ്റ് 1 / cos θ - 1 എന്ന് പറയുമ്പോൾ എന്താണ് 1 - cos θ / cos θ അല്ലേ. താഴെയാണെങ്കിലോ മക്കളെ സൈൻ തീറ്റ / cos θ. രണ്ടും ക്യാൻസൽ ആയിട്ട് പോയി. റെഡിയല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി പറ ടാൻ ഇൻവേഴ്സ് ഓഫ് അല്ലേ വാട്ട് ഇസ് ദാറ്റ് 1 - cos θ / എന്താണ് മക്കളെ സൈൻ തീറ്റ എന്നായിട്ട് മാറി. എന്താണ് 1 - cos θ / സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നോക്കാം. റെഡിയല്ലേ? അത് ആക്ച്വലി റെഡിമെയ്ഡായിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എന്താ 1 - cos θ നമുക്കറിയാം, അത് പഠിക്കണേ. ഇതെന്താണ് പഠിക്കണേ? 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin² θ/2 ആണ്. 1 + cos θ എന്ന് പറയുമ്പോൾ എന്താണ് 2 cos² θ/2 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് 1 - cos θ / sin θ tan θ/2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനത് ഡയറക്റ്റ് പ്രൂവ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് അപ്പോൾ 1 - cos θ പറഞ്ഞാൽ എന്ത് കൊടുത്തു 2 sin² θ/2 എന്ന് കൊടുത്തു അല്ലേ / ഇനി മക്കളെ മുകളിൽ എന്തായി മുകളിൽ എന്താണ് θ/2 ടേമാണ്. റെഡിയല്ലേ? അപ്പോൾ താഴെയും ഞാൻ എന്ത് ചെയ്യാണ് θ/2 ടേം ആക്കണം അല്ലേ. അതെങ്ങനെയാക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് sin 2θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin θ cos θ അല്ലേ മക്കളെ അല്ലേ. അപ്പോൾ sin θ എന്ന് പറയുമ്പോൾ എന്താണ് 2 sin θ/2 cos θ/2 അല്ലേ. അപ്പോൾ അതേപോലെ മാറ്റാം ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി മക്കളെ പറ 2 sin θ/2 × cos θ/2 2 ഗെറ്റിംഗ് ക്യാൻസൽഡ്. ഇവർ ഒരു സൈന് പോയി അല്ലേ. അവസാനം നമുക്ക് എന്തായി മക്കളെ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ sin θ/2 / എന്താണ് cos θ/2 അല്ലേ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് tan θ/2 അല്ലേ.
അപ്പോൾ മക്കളെ എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2? ദാറ്റ് ഈസ് എന്തെങ്കിലും ഏതാണ് തീറ്റ ബൈ 2 അല്ലേ. ദെൻ വാട്ട് ഈസ് തീറ്റ? എന്താ വാട്ട് വാസ് തീറ്റ? എന്താ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. നമുക്കിവിടെ തീറ്റ ബൈ 2 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റെഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഗ്രാഫുകൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം മക്കളെ, അതൊന്ന് പഠിച്ചു വെക്കണം അല്ലേ. അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അല്ലേ. പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആര്, സൈൻ ഇൻവേഴ്സ് എക്സും അതേപോലെ എന്താണ് കോസ് ഇൻവേഴ്സ് എക്സും. റെഡിയല്ലേ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റി നമ്മൾ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഐഡിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഐഡിയ ഒക്കെ പറയാം. ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഐഡിയകളൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബോർഡ് എക്സാമിനേഷനും പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് എന്താണ്, സൈനും അതേപോലെ എന്താണ് കോസും ആണ് അല്ലേ. അത് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. റെഡിയല്ലേ. അപ്പോൾ ആദ്യം സൈൻ എക്സിൻ്റെത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ ഡൊമൈനും അല്ലേ അതേപോലെ എന്താണ് മക്കളെ റേഞ്ചും നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ. എടാ മക്കളെ ഡൊമൈൻ എവിടെയാണ് മാർക്ക് ചെയ്യാം, നമ്മൾ എക്സ് ആക്സിലാണ് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, അത് -1 to എന്താണ് 1 ആണ്. എടാ ശരിയല്ലേ, -1 to 1 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അത് -π/2 to എന്താണ് π/2 ആണ്. എടാ റെഡിയല്ലേ. യെസ് ഓക്കെ. അപ്പം -π/2 to π/2 ഓക്കെ അല്ലേ, അത്രയേ ഉള്ളൂ. റെഡി. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് കാര്യം ചെയ്താൽ മതി. ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് 1 കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ. വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് π/2 ആണ് അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 നേരെ ഞാൻ എന്താക്കി π/2 മാർക്ക് ചെയ്തു. എടാ ക്ലിയർ ആയോ? റെഡി അല്ലേ. ഇനി മക്കളെ കോസ് ഇൻവേഴ്സ് ഇനി അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1 നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണത്, വാട്ട് ഇസ് ദ സൈൻ ഇൻവേഴ്സ് ഓഫ് -1 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ എന്ന് പറയാം. അതെന്താണ് മക്കളെ, -π/2 ആണ്. -π/2 ആണ്. റെഡി അല്ലേ. അപ്പോൾ -1ൻ്റെ ഇമേജ് എന്ന് പറയും -π/2 അല്ലേ. അപ്പോൾ ഇവരെ നമ്മൾ എന്താക്കിയാൽ മതി, ജോയിൻ ചെയ്തിട്ട് റഫ് സ്കെച്ച് തൽക്കാലം നമ്മൾ എന്താക്കിയാൽ മതി, അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു റഫ് സ്കെച്ച് വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇൻക്രീസ് ഡിക്രീസ് ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ആ സമയത്ത് എന്താക്കി തരാം, പറഞ്ഞുതരാം. റെഡി അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ പഠിക്കാം. റെഡി അല്ലേ. അപ്പോൾ അതേപോലെയാണ് മക്കളെ എന്താ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സും വരയ്ക്കേണ്ടത്. റെഡി അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ് ആക്സ് വരച്ചു അല്ലേ. അതേപോലെ എന്താക്കി മക്കളെ വൈ ആക്സ് വരച്ചു. മനസ്സിലായോ? റെഡി അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ നമുക്കറിയാം അല്ലേ, എന്താണ് പറഞ്ഞിട്ട് അത് -1 to 1 ആണ് അല്ലേ. റേഞ്ച് എന്താണ് മക്കളെ 0,π ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ പോലെ ഇവിടെ -1 മാർക്ക് ചെയ്തു അല്ലേ, ഇവിടെ എന്തായി +1 മാർക്ക് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്തായി മക്കളെ 0 മാർക്ക് ചെയ്തു അല്ലേ, ഇവിടെ എന്താക്കി മക്കളെ π മാർക്ക് ചെയ്തു. ശരിയല്ലേ. റേഞ്ച് മാർക്ക് ചെയ്തു അല്ലേ. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ, എന്താ സൈൻ അല്ല കോസ് ഇൻവേഴ്സ് ഓഫ് 1 എന്താണെന്ന് നോക്കാം. റെഡി. കോസ് ഇൻവേഴ്സ് ഓഫ് 1 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, എപ്പോഴാണ് 0 ആണ്. റെഡി അല്ലേ. അപ്പോൾ 1ൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണത് 0 ആണ് അല്ലേ. 1ൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളത് 0 ആണ്. റെഡി അല്ലേ. അപ്പോൾ അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് -1 അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കറിയാമെന്നാണ് π മൈനസ് കോസ് ഇൻവേഴ്സ് 1 അല്ലേ. അത് π -0 അതോ അതാണ് π ആണ്. അപ്പോൾ -1ൻ്റെ ഇമേജ് എന്താണ് π ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി, ഇവരെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. റെഡി അല്ലേ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ കോസ് ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എന്താണ് -1 to 0 അല്ലേ. ആൾസോ റൈറ്റ് ഇറ്റ്സ് റേഞ്ച്. റെഡി അല്ലേ. ശ്രദ്ധിക്കുക, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ. എവിടെയാണ്, അവിടെ എക്സ് ബിലോങ്സ് ടു എന്നാണ് -1 മുതൽ 0 വരെയാണ് അല്ലേ. അപ്പോൾ ജനറലി നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സ് -1 to 1 ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 മുതൽ 0 വരെയാണ് എന്തായിരിക്കുന്നത്, എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്സ് ആക്സ് വരച്ചു അല്ലേ. അതേപോലെ എന്താണ് മക്കളെ വൈ ആക്സ് വരച്ചു. റെഡി അല്ലേ. അപ്പോൾ എന്നിട്ട് ഞാൻ എന്താക്കി, ഇവിടെ -1 കൊടുത്തു അല്ലേ. ഇവിടെ എന്താക്കി മക്കളെ -1 കൊടുത്തു അല്ലേ. പിന്നെ എന്താണ് ഇവിടെ എന്ത് കൊടുത്തു മക്കളെ, 0 എന്ന് കൊടുത്തു. മനസ്സിലായോ? റെഡിയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, 0 മുതൽ π വരെ ഞാൻ എന്താക്കുന്നത്, ഇത് വരയ്ക്കുന്നുണ്ട്. റെഡിയല്ലേ. എടാ മക്കളെ ഇനി ഇതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് -1 കണ്ടുപിടിക്കുക അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു വെച്ചോളൂ അല്ലേ. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് π ആണ്. റെഡിയല്ലേ. π ആണ്. റെഡിയല്ലേ. ഇതിനടുത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് 0 കണ്ടുപിടിക്കുക അല്ലേ. അതെന്താ മക്കളെ, π/2 ആണ്. എടാ ശരിയല്ലേ, π/2 ആണ്. റെഡിയല്ലേ. അപ്പം നമ്മൾ എന്താക്കിയാൽ മതി, ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ മതി. മനസ്സിലായോ? റെഡിയാണ് മക്കളെ. ഇത് ഇങ്ങനെ തന്നെ വരക്കാൻ വേണ്ടി വരുന്നത്. ഈ കോസ് ഇൻവേഴ്സ് ഡിക്രീസിങ് ഫംഗ്ഷനാണ്,
സൈൻ ഇൻവേഴ്സിൻ്റെ കാര്യത്തിൽ അവൻ എന്താണ് ഇൻക്രീസിംഗ് ആണ്, അതുകൊണ്ടാണ് മോണോട്ടോക്കെല്ലാം വരക്കാൻ വേണ്ടി പറ്റുന്നത്. അത് നമുക്ക് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് പഠിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാകും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഈ 2 എൻഡ് പോയിന്റ്സ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, നമ്മൾ ജോയിൻ ചെയ്യുക. കോസ് ഇൻവേഴ്സ് ആണെങ്കിലും സൈൻ ഇൻവേഴ്സ് ആണെങ്കിലും. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ്. റെഡി. ഇനിയിപ്പോൾ റേഞ്ച് വേണം. റേഞ്ച് എന്ന് പറയുമ്പോൾ നോക്കാൻ ഒരു പണിയില്ല. അതായത് ഈ പറഞ്ഞ തന്നെ വൈ ആക്സിൽ എവിടെ മുതൽ എത്ര വരെയാണ് ഗ്രാഫ് ഉള്ളത് നോക്കിയാൽ മതി. ക്ലിയർ ആയോ? വൈ ആക്സിൽ എവിടെ മുതൽ എത്ര വരെ ഗ്രാഫ് ഉള്ളത്? യെസ്, ഇറ്റ് ഈസ് വാട്ട് π/2 മുതൽ π വരെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ പ്ലസ് π/2 ടു എന്താണ് π അല്ലേ? സാധാരണഗതിയിൽ ഇവൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0 to π ആണ്. പക്ഷേ ഇവിടെ 0 to π ആവണമെങ്കിൽ x ബിലോങ്സ് ടു എന്താണ്? -1 to 1 ആണമായിരുന്നു. പക്ഷേ അവിടെ x ബിലോങ്സ് ടു -1 to 0 മാത്രമായതുകൊണ്ടാണ് ഇവിടെ റേഞ്ച് ഇത്രയായിട്ട് എന്താക്കിയത്, ചുരുങ്ങിയത്. അടുത്ത ചോദ്യം നോക്കാം. എന്താ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വെർ എക്സ് ബിലോങ്സ് ടു -1/√2 to 1/√2 അല്ലേ? ഇതേപോലെ തന്നെയാണ്. ആൾസോ റേഞ്ചും നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം. റെഡി. അപ്പോൾ നമ്മളിവിടെ -1 മുതൽ +1 വരെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് -1/√2ൻ്റെയും അല്ലേ അതേപോലെ +1/√2ൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിലിവിടെ -π/2 ഉണ്ട്, അതേപോലെ തന്നെ +π/2 ഉണ്ട്. ഓക്കെ, ഇനി ഓരോന്നിനെ കണ്ടുപിടിക്കുക അല്ലേ? മക്കളെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം π/4 ആണ് അല്ലേ? ശരിയല്ലേ? ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്താ? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 അല്ലേ? അപ്പോൾ എന്താണ്? -π/4 അല്ലേ? അതെ. അപ്പോൾ 1/√2ൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ π/4 ആണ് അല്ലേ? π/4 എവിടെ കിടക്കുക? 0ൻ്റെയും π/2ൻ്റെയും ഇടയിലാണ്. ഇവിടെ മനസ്സിലായോ? അപ്പോൾ 1/√2ൻ്റെ ഇമേജ് ഇവിടെയാണ്, -1/√2ൻ്റെ ഇമേജ് -π/4 ആണ്, ഇവിടെയാണ് കിടക്കുക. മനസ്സിലായോ? സോ നമുക്ക് ഇവിടെ എന്തൊരു മക്കളെ കമൗണ്ട് പറയും. റെഡിയല്ല? ഇതാണ് ഇതിൻ്റെ ഇത് വരിക. ക്ലിയർ ആയോ? അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് റേഞ്ച് വൈ ആക്സിൽ എവിടെ മുതൽ എത്ര വരെ. മക്കൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. 1/√2ൻ്റെ ഇമേജ് കണ്ടുപിടിച്ചു അല്ലേ? അത് π/4 കിട്ടി. ഇപ്പോൾ 1/√2 π/4 കുത്തുകൊടുത്തു. -1/√2ൻ്റെ ഇമേജ് കണ്ടുപിടിച്ചു. അതെന്താണ്? -π/4 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ -π/4 നമ്മൾ കുത്തുകൊടുത്തു. എന്നിട്ട് അവരെന്താക്കി? നമ്മൾ ജോയിൻ ചെയ്തു. റെഡിയല്ലേ? അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, അത് പഠിക്കും. റെഡിയല്ലേ? ഇനി അടുത്ത നമുക്ക് വേണ്ടത് റേഞ്ച് വേണം അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ വൈ ആക്സിൽ എവിടെ മുതൽ എത്ര വരെ ഗ്രാഫ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. റേഞ്ചിൽ വൈ ആക്സിൽ മക്കളെ -π/4 മുതൽ +π/4 ആണ് എന്ത് ഗ്രാഫ് ഉള്ളത് അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4 to +π/4. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മൾ വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ ഇത് വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാത്ത PYQs ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി, ഡാം ഷുവർ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.